और जब हम विचार सागर मंथन में योग में बिजी रहते हैं तब दो शब्द है ना, बिजी और इजी रहो. जितना हम उसमें बिजी रहेंगे ऑटोमेटिक व्यर्थ से मुक्त, पर चिंतन से मुक्त, और हमारी लाइफ क्या हो जाएगी, सहज, इजी हो जाएगी. അതായത് നമ്മൾ എത്രത്തോളം ജ്ഞാനത്തിലും യോഗത്തിലും ബിസി ആയിട്ടിരിക്കുന്നുവോ, അതായത് ബിസി ഈസി അങ്ങനെയുള്ള രണ്ട് ശബ്ദങ്ങൾ പറയും. നമ്മൾ ജ്ഞാന മനനത്തിന്റെ കാര്യത്തിൽ വിചാരസാഗര മഥനത്തിൽ എത്രത്തോളം ബിസി ആകുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് എന്താകും, ഈസി, ഓട്ടോമാറ്റിക് ആയിട്ട് അത് സഹജമായിട്ട് മാറും. तो जैसे कल भी हमने चार्ट में एक बात लिखी थी, पहला था मुरली, है ना, कैसे सुनी सेंटर पे, और सेकंड पॉइंट क्या था, मुरली रिवीजन. तो मुरली को रिवाइज करना, उसमें से कोई एक पॉइंट लेना और उसको दिन भर बार बार स्मृति में लेकर आना, चिंतन में लेकर आना. നമ്മൾ ഇന്നലെ ചാർട്ടിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് മുരളി എങ്ങനെയാണ് സെന്ററിൽ പോയി നമ്മൾ കേട്ടത്. രണ്ടാമത്തത് മുരളി റിവിഷൻ ചെയ്തു എന്നുള്ളത്. അപ്പൊ മുരളിയിൽ നിന്ന് ഒരു പോയിന്റ് എടുത്ത് നമ്മൾ അതിനെക്കുറിച്ച് വിചാരസാഗര മഥനം ചെയ്ത് ദിവസം മുഴുവനും നമ്മൾ അതിന്റെ ചിന്തനത്തിലിരിക്കണം. क्योंकि एक होता है मुरली सुनना, पहला स्टेप है, दूसरा स्टेप है सुनाना, लेकिन उसके बीच का स्टेप क्या है, धारण करना, है ना. सुनना मुरली बहुत इजी है, मुरली को सुनाना भी बहुत इजी है, लेकिन उसको हमें रोज की मुरली से कोई एक धारणा का पॉइंट कि आज मुझे क्या धारण करना है, पूरे दिन भर किस बात पर मुझे अटेंशन रखना है. അതായത് മുരളിയിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുരളി കേൾക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് മുരളി കേൾപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഇടയിലൊരു കാര്യമുണ്ട്, മുരളി ധാരണ ചെയ്യുക എന്നുള്ളത്. മുരളി കേൾക്കാനും എളുപ്പമാണ്, മുരളി കേൾപ്പിക്കാനും എളുപ്പമാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിലുള്ള മുരളി ധാരണ ചെയ്യാന്ന് പറയുന്ന കാര്യം കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് മുരളിയിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് അതിനെ ദിവസവും നമ്മൾ മനനം ചെയ്ത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ധാരണ ചെയ്യുക തന്നെ വേണം. പക്ഷെ ആ ഒരു പോയിന്റിനെ കുറിച്ച് എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. तो इसके लिए दो चीजें आज से हम शुरू करेंगे. सबसे पहला काम हमें करना है, दिन में 2 समय निकालने हैं 10-10 मिनट के, जिसमें बिना मुरली को देखे या बिना डायरी को देखे, डायरी में पुराने जो पॉइंट्स आज के लिखे हैं उसको देखे बिना मुरली को रिवाइज करना है. मुरली के पॉइंट्स लिखने हैं या सोचने हैं बिना मुरली को देखे. അപ്പൊ ഇതിൽ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. അതിലെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ മുരളി കേട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുരളി ബുക്ക് എടുത്ത് വെച്ച് നോക്കാതെ, അല്ലെങ്കിൽ നമ്മൾ മുരളി എഴുതുന്ന ഡയറി തുറന്നു നോക്കാതെ നമ്മൾ കേട്ട മുരളി കാര്യങ്ങൾ അല്ലാണ്ട് എഴുതണം, നോക്കാതെ എഴുതണം. എന്തൊക്കെയാണോ എനിക്ക് ഓർമ്മയിൽ വരുന്നത്, ഇന്നത്തെ മുരളിയിൽ നിന്ന് ഏതെല്ലാം പോയിന്റുകൾ എനിക്ക് ഓർമ്മയിൽ വരുന്നുണ്ടോ അത് നമ്മൾ എഴുതണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. क्योंकि बहुत लोगों का ये प्रश्न आता है कि मुरली पढ़ते तो हम हैं, सुनते भी हैं, लेकिन फिर मुरली के पॉइंट्स याद नहीं रहते, है ना. कई बार किसी से पूछा जाता है कि आज की मुरली कैसी थी, तो क्या बोलते हैं, बहुत अच्छी थी. കാരണം ഒരുപാട് പേരുടെ മനസ്സിലുള്ളൊരു ചോദ്യമാണ്, നമ്മൾ എന്നും മുരളി കേൾക്കുന്നുണ്ട്, മുരളി വായിക്കുന്നുണ്ട്, പക്ഷേ മുരളിയിലെ പോയിന്റ്സ് ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല എന്ന്. ചില ആളുകളുടെ അടുത്ത് ഇന്നത്തെ മുരളി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പറയും, ഇന്നത്തെ മുരളി ഭയങ്കര നല്ല മുരളി ആയിരുന്നു എന്ന് പറയും. लेकिन फिर पूछा जाता है, अच्छा क्या पॉइंट था आज, क्या धारण किया, तो कहते वो याद नहीं है मेरे को. എന്നിട്ട് മുരളിയിൽ ഇന്ന് നിങ്ങൾ ധാരണ ചെയ്ത പോയിന്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ പറയും, അയ്യോ മുരളി പോയിന്റ്സ് ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു കളയും. तो हमें ये जब बिना देखे रिवाइज करते हैं मुरली को, तो मुरली का पॉइंट हमें याद रहने शुरू हो जाते हैं. എന്നാൽ നമ്മൾ മുരളി കേട്ടിട്ട് മുരളി നോക്കാതെ ആ പോയിന്റ്സ് നമ്മൾ ഓർമ്മിക്കാൻ തുടങ്ങുകയാണ് എങ്കിൽ മുരളി പോയിന്റ്സ് ഓർമ്മിക്കാൻ നമ്മൾക്ക് സാധിക്കും. മുരളി നമ്മൾ അറിയാണ്ട് തന്നെ പോയിന്റുകൾ ഇങ്ങനെ വരാൻ തുടങ്ങും. और दूसरा काम हमें क्या करना है, हर दिन कम से कम 2 पेज लिखने हैं किसी भी पॉइंट पर, जो आपको अच्छा पॉइंट लगा, जिस संतुष्टता, शांति, खुशी, जो भी आपको मुरली से अच्छा पॉइंट लगा, हर दिन कम से कम 2 पेज मुझे विचार सागर मंथन अपना लिखना है. ഇനി രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഏതാണെന്നറിയോ,
ദിവസവും കുറഞ്ഞതൊരു 2 പേജെങ്കിലും നമ്മൾ എഴുതണം. ഏതെങ്കിലും അത് സന്തോഷത്തിനെ കുറിച്ചോ ആനന്ദത്തിനെ കുറിച്ചോ എന്താണോ നിങ്ങൾക്ക് മുരളിയിൽ നിന്ന് കിട്ടിയ ഒരു ശബ്ദം, അതിനെക്കുറിച്ച് നമ്മൾ വിചാരസാഗര മഥനം ചെയ്ത് ഒരു 2 പേജെങ്കിലും എന്ത് ചെയ്യണം, എഴുതണം ദിവസവും. और वो देखना है कौन सी नोटबुक है. जैसे किसी के पास बिल्कुल छोटी सी नोटबुक होती है ना, ऐसे नहीं कि सिर्फ उसके 2 पेज लिख दिए. जो नॉर्मल नोटबुक है उसके 2 पेज. ആ 2 പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കൊച്ചു ഡയറി ഇല്ലേ, അതിലല്ല. മറ്റേ കൊച്ചു ഡയറി ഒക്കെ കൊണ്ടു നടക്കുന്ന കാണാം. അതെ, ഈ ബായി കാണിക്കുന്നില്ലേ, ഇതിലെ 2 പേജല്ല, നോർമൽ ഡയറിയിലെ 2 പേജാണ് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. तो हर दिन मुरली से प्यार, क्योंकि मुरली में कई बार बाबा ने कहा, एक मुरली थी, बाबा ने कहा मुरली के पॉइंट याद करना मतलब ബാബ को याद करना. അതുകൊണ്ട് ദിവസവും മുരളിയെ നമ്മൾ സ്നേഹിക്കണം. ഒരു മുരളിയിൽ ബാബ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുരളിയിലെ പോയിന്റുകൾ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ആരെ ഓർമ്മിക്കുക, ബാബയെ ഓർമ്മിക്കുക എന്നാണ്. क्योंकि ज्ञान सागर के ज्ञान को याद करना मतलब ज्ञान सागर को याद करना. ജ്ഞാനസാഗരത്തിന്റെ ജ്ഞാനത്തിനെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം സാഗരത്തിനെ ഓർമ്മിക്കുക എന്നുള്ളതാണ്. तो मुरली से प्यार कई अलग अलग बाबा ने कहा. कई बच्चे कहते हैं कि हमें बाबा से बहुत प्यार है लेकिन मुरली से उतना प्यार नहीं है. तो बाबा मानते नहीं है, क्योंकि मुरली से प्यार अर्थात मुरलीधर से प्यार. അപ്പൊ മുരളിയോട് സ്നേഹം വരണം. ചിലര് പറയാറുണ്ട് എനിക്ക് ബാബയോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ എന്ത് കേൾക്കില്ല, മുരളി കേൾക്കില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, മുരളിയോട് സ്നേഹം എന്ന് പറഞ്ഞാൽ അർത്ഥം മുരളീധരനോട് സ്നേഹം എന്നാണ്. तो दिन में जब हमें बीच बीच में समय मिले, अपनी डायरी खोली, पॉइंट पढ़ा, रख दिया. बीच बीच में बार बार मुरली पढ़ते रहना है, मुरली के पॉइंट्स पढ़ते रहना है. क्योंकि जब हम विचार सागर मंथन, ज्ञान चिंतन करेंगे, ज्ञान स्नान करेंगे, तो व्यर्थ से ऑटोमेटिक मुक्त हो जाएंगे. നമുക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുമ്പോൾ മുരളി നോട്ട്ബുക്ക് തുറന്നു നോക്കണം, മുരളി പോയിന്റ്സ് പഠിക്കണം, എന്നിട്ട് അത് അടച്ചു വെക്കണം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുരളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. കാരണം എത്രത്തോളം നമ്മൾ മുരളി പോയിന്റ്സ് ഓർമ്മിക്കുന്നുവോ, ജ്ഞാനത്തിന്റെ വിചാരസാഗര മഥനം ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മൾ വ്യർത്ഥത്തിൽ നിന്ന് ഫ്രീ ആകും. जैसे मुझे याद है, बहुत साल पहले की बात है, एक भाई साथ में थे, फॉरेनर थे वो. तो उनके साथ मेरे को भी जाना हुआ, ट्रांसलेट मुझे करना था. तो मैंने उनकी एक बहुत अच्छी आदत देखी, जो सीखी. तो वो क्या करते थे, जहां भी जा रहे हैं तो उनके पास मुरली जेब में थी. बार बीच में क्या करेंगे, 1 मिनट मिला, मुरली के पॉइंट नोट किया. गाड़ी में बैठे हैं, मुरली के पॉइंट्स उस पर कुछ हाईलाइट किया, कुछ अंडरलाइन किया. तो दिन भर इससे क्या होगा, ज्ञान रत्नों में हम खेलते रहेंगे. കുറച്ച് നാൾ മുമ്പ് ഒരു വിദേശിയായിട്ടുള്ള ഒരു ഭായിയുടെ കൂടെ എനിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു, ക്ലാസ് ട്രാൻസ്ലേഷൻ ചെയ്യാനായിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ശീലം, നല്ലൊരു ശീലം ഞാൻ കണ്ടതാണ്. എപ്പോഴൊക്കെ സമയം കിട്ടുമ്പോൾ പോക്കറ്റിൽ തന്നെ മുരളി കാണുവേ, എന്നിട്ട് മുരളി ഇടയ്ക്കിടയ്ക്ക് എടുക്കും. സമയം കിട്ടുമ്പോൾ മുരളി ഇങ്ങനെ നോട്ട് ചെയ്യുന്ന കാണാം, ഇടയ്ക്ക് മുരളി അണ്ടർലൈൻ ചെയ്യുന്ന കാണാം, മുരളി പോയിന്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന കാണാം. അപ്പം എനിക്ക് മനസ്സിലായതാണ്, അതായത് ദിവസം മുഴുവനും നമ്മൾ മുരളിയിലെ ജ്ഞാനരത്നങ്ങളുമായിട്ട് കണക്റ്റ് ആയിട്ടിരിക്കണം. और जैसे आज बाबा ने कहा कि किसी से भी मिलें एक दूसरे से, तो क्या करना है. ഇന്നത്തെ മുരളിയിൽ ബാബ പറഞ്ഞില്ലേ, നമ്മൾ ആരെങ്കിലും കാണുകയാണ്, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, क्या करना है, ज्ञान चर्चा करनी. और क्या नहीं करना है, ജ്ഞാന ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു. എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു, पर चिंतन नहीं करना है. लेकिन पर चिंतन कब नहीं करेंगे, यहाँ अगर ज्ञान चल रहा होगा, किसी से भी मिलेंगे तो ज्ञान की बातें करेंगे. और यहाँ व्यर्थ चल रहा होगा अगर, तो जिससे भी मिलेंगे उससे वही सेम बातें करेंगे जो यहाँ चल रहा होता है. ബാബ പറഞ്ഞു ജ്ഞാന ചർച്ച ചെയ്യണം പരസ്പരം, പരചിന്തനം നടത്തരുത് എന്ന്. എന്നാൽ ഈ പരചിന്തനം നടത്താതിരിക്കണമെങ്കിൽ നമ്മളുടെ ഇവിടെ ജ്ഞാനത്തിന്റെ കാര്യങ്ങളായിരിക്കണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജ്ഞാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ പുറത്ത് ജ്ഞാന ചർച്ച വരും. ഇവിടെ പരചിന്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ പുറത്തും പരചിന്തനം തന്നെ വരും. അതുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു അതിനനുസരിച്ചാണ് പുറത്ത് വരുന്നത്. हर दिन पहला पॉइंट, विचार सागर मंथन, ज्ञान चर्चा और ज्ञान रत्नों से खेलना है.
അപ്പോൾ വിചാരസാഗര മഥനം ചെയ്യണം, ജ്ഞാന ചർച്ച നടത്തണം, ജ്ഞാന രത്നങ്ങൾ കൊണ്ട് കളിക്കണം. और सेकंड पॉइंट है, पहले हम 5 मिनट मेडिटेट करेंगे फिर सेकंड पॉइंट पे चले. വീണ്ടും നമുക്ക് 5 മിനിറ്റ് യോഗം ചെയ്യാം. എല്ലാവരും പുസ്തകം താഴെ വെക്കണം. എന്നിട്ട് നമുക്ക് അടുത്ത പോയിന്റ്, സെക്കൻഡ് പോയിന്റിലേക്ക് കടക്കാം. मैं निश्चिंत आत्मा हूं. ഞാൻ നിശ്ചിന്തമായ ആത്മാവാണ്. कोई चिंता नहीं. എനിക്കൊരു ചിന്തയും ഇല്ല. बाबा सदा मेरे साथ है. ബാബ സദാ എൻ്റെ കൂടെയുണ്ട്. अपने सारे बोझ बाबा को सरेंडर करें. തൻ്റെ മുഴുവൻ ഭാരവും ബാബയ്ക്ക് അർപ്പണം ചെയ്യൂ. सब जिम्मेवारी बाबा की है. मेरा मन बिल्कुल लाइट. എൻ്റെ മനസ്സ് പൂർണ്ണമായും ലൈറ്റാണ്, ഭാരരഹിതമാണ്. कोई बोझ नहीं. ഒരു ഭാരവുമില്ല. पूरी दुनिया की बातों से मैं डिटैच हूं. എല്ലാ മറ്റു കാര്യങ്ങളിൽ നിന്നും ഞാൻ തീർത്തും ഡിറ്റാച്ച്ഡ് ആണ്. कोई भी बात अगर तंग कर रही है उसको सामने लाएं. ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതിനെ കാണൂ, മുന്നിൽ കൊണ്ടുവരൂ. और संकल्प करें बाबा की जिम्मेवारी है, बाबा संभालेगा. ഈ സങ്കല്പം എടുക്കൂ, ഇത് ബാബയുടെ ഉത്തരവാദിത്വമാണ്, ബാബ നോക്കിക്കോളും. ब्रह्मा बाबा के चित्र को देखें. ബ്രഹ്മ ബാബയുടെ ചിത്രത്തിലേക്ക് നോക്കൂ. बाबा के नैनों से प्रकाश निकलकर मुझ में समा रहा है. ബാബയുടെ കണ്ണുകളിൽ നിന്നും വരുന്ന പ്രകാശം എന്നിലേക്ക് നിറയുകയാണ്. बाबा मुझे कह रहे हैं, बच्चे चिंता मत कर, मैं बैठा हूं. ബാബ എന്നോടായി പറയുകയാണ്, കുട്ടി ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഞാനിരിക്കുകയല്ലേ.
मेरे दिल में केवल एक शिव बाबा, दूसरा न कोई. എൻ്റെ ഹൃദയത്തിനുള്ളിൽ ഒരേ ഒരു ശിവബാബ മാത്രം, രണ്ടാമതാരുമില്ല. ओम शांति. ओम ഓം ശാന്തി. तो आज का सेकंड पॉइंट जो है उसको हम बोलेंगे B4 कैप्सूल. ഇന്നത്തെ നമ്മളുടെ സെക്കൻഡ് പോയിന്റ് അത് ഏതാണെന്ന് പറഞ്ഞാൽ B4 ക്യാപ്സ്യൂൾ, ഒരു മെഡിസിൻ ആണ്. जैसे आजकल दुनिया में कैप्सूल या टेबलेट्स जो होती है ना, किसी को भी अगर सिर दर्द है या कुछ है तो आजकल लोग क्या करते हैं, डॉक्टर के पास नहीं जाते हैं, बस एक वो टेबलेट ली और सही हो गए. ഇന്നത്തെ കാലത്ത് ചില മെഡിസിൻസ് ഉണ്ടല്ലോ, ലോകത്തിൽ ആളുകൾ എന്തെങ്കിലും തലവേദനയോ വയറുവേദനയോ ഒക്കെ വന്നാൽ ചിലർ ഡോക്ടറിനെ കാണിക്കാനൊന്നും പോയില്ല, ആ മെഡിസിൻ വാങ്ങി കഴിച്ച് അസുഖം മാറ്റും. और जैसे एक भाई है तो आयुर्वेदिक डॉक्टर है वो, तो वो जब भी मिलते हैं ना हमसे तो यही बोलते हैं, कहते हैं कोई पेशेंट आता है हम उसको बोलते हैं ये मत खाओ वो मत खाओ, ऐसे करो वैसे करो, तो वो कहते हैं हमें ये मत बताओ, सिर्फ कोई दवाई है तो दे दो, बस हमें वो सही होना है, ये इतनी डिटेल में हमें जाने की जरूरत नहीं है. ഒരു ഭായിയുണ്ട്, അദ്ദേഹം ആയുർവേദ ഡോക്ടറാണ്. അദ്ദേഹം പറയാറുണ്ട്, ചില പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അവരോട് പറയും അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും അതൊന്നും നിങ്ങൾ ഇങ്ങോട്ട് പറയണ്ട, എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ തന്നാൽ മതി, അസുഖം മാറാനായിട്ടുള്ള മെഡിസിൻ മാത്രം തന്നാൽ മതി എന്ന് പറയും. लेकिन वो जो मेडिसिन होती है उसका क्या साइड इफेक्ट होता है या नहीं होता है? എന്നാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് വെളിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന മെഡിസിൻ കഴിച്ചാൽ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ ഇല്ലേ? है ना, उसका साइड इफेक्ट होता है. അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. लेकिन हम जिस कैप्सूल की बात कर रहे हैं B4 कैप्सूल, उसका कोई भी साइड इफेक्ट नहीं है. എന്നാൽ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, അതിന് B4 ക്യാപ്സ്യൂൾ എന്നാണ് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. तो निश्चिंत रहने के लिए कौन सा कैप्सूल खाना है? അപ്പൊ നിശ്ചിന്തമായിട്ടിരിക്കാൻ ഏത് ക്യാപ്സ്യൂളാ കഴിക്കേണ്ടത് എല്ലാരും പറഞ്ഞേ? B4 कैप्सूल, है ना. अब ऐसा ना हो कहीं यहाँ से जाकर आप पहले केमिस्ट की दुकान पे जाएं और उसको बोलें कि एक B4 कैप्सूल चाहिए. എന്ന് വെച്ചാൽ ഇത് കേട്ടിട്ട് ഇനിയിപ്പോ വെളിയിറങ്ങി ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അവരുടെ അടുത്ത് ചോദിക്കരുത് ഒരു B4 ക്യാപ്സ്യൂൾ തരാമോ എന്ന്. क्योंकि एक बार एक सेशन था तो ये पूरा हुआ तो एक टीचर बहन का फोन आया, उसने बोला एक माता आई, वो आपने कौन सा कैप्सूल कहा था, वो कह रही है किसी केमिस्ट की दुकान पे मिल नहीं रहा वो. കാരണം ഇതുപോലെ വേറൊരു സ്ഥലത്ത് ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് പോയപ്പോൾ ആ സെന്ററിലെ സിസ്റ്റർ ഫോൺ ചെയ്തായിരുന്നു. എന്നിട്ട് ആ സിസ്റ്റർ ചോദിച്ചു, ഭായി താങ്കൾ ഏത് ക്യാപ്സ്യൂളിനെ കുറിച്ചാണ് പറഞ്ഞത്, ഒരു മാതാജി വന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അതൊരു കടയിലും കിട്ടണില്ല എന്ന്. तो ये कौन सा कैप्सूल है? स्पिरिचुअल कैप्सूल है. ഇത് ഏത് ക്യാപ്സ്യൂളാണ്? ഇത് ആത്മീയ ക്യാപ്സ്യൂളാണ്, മെഡിസിൻ. तो पहला B क्या है? आप बोलना मेरे साथ सभी, बाबा बैठा है. B4 ക്യാപ്സ്യൂളില് ആദ്യത്തെ ബി ഏതാണെന്നറിയോ? ബാബ ബൈഠാ ഹേ. എല്ലാരും പറഞ്ഞേ, ബാബ ബൈഠാ ഹേ. बाबा बैठा है, ठीक है. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ബാബ ഇരിപ്പുണ്ട്. तो लेकिन जब बाबा बैठा है बोलते हैं ना कई बार हम कई जगह पर, तो कई बच्चे होते हैं बाबा के, तो वो क्या बोलते हैं, कहते हैं हाँ बाबा तो बैठा ही है, जब जरूरत होती है तब तो आता नहीं है. ചിലപ്പോ ഇങ്ങനെ നമ്മൾ ബാബ ഇരിപ്പുണ്ടെന്ന് പറയില്ലേ, അപ്പൊ ചില കുട്ടികൾ ഇങ്ങനെ പറയാറുണ്ട്, ആ ബാബ അവിടെ തന്നെ ഇരിപ്പുണ്ട്, ഒരു ആവശ്യത്തിനൊന്നും ഒരു ഉപകാരവും ഇല്ല എന്ന് പറയുന്നവരും ഉണ്ട്. लेकिन ऐसा नहीं है. बाबा को अगर हम दिल से पुकारते हैं तो बाबा आता है या नहीं आता है? പക്ഷെ അങ്ങനെയല്ല. ബാബയെ നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ബാബ വരൂ ഇല്ലേ? है ना, मदद करता है बाबा. ബാബ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? किस किस को अनुभव है बाबा അങ്ങനെ की അനുഭവം ഉള്ളൊരു കൈപൊക്കിയേ. सभी को है. वेरी गुड, अपने लिए जोरदार ताली बजाइए फिर तो. എല്ലാരും കൈയടിച്ച്. എല്ലാവർക്കും നല്ല അനുഭവം ഉണ്ടല്ലോ ബാബയുടെ അടുത്തുനിന്ന്. क्योंकि बाबा मदद किसकी करता है? सबकी करता है या किसी किसी की करता है? ബാബ ആരെയാ സഹായിക്കുന്നേ? എല്ലാരെയും സഹായിക്കും അതോ വേറെ എങ്ങനെ പ്രത്യേകത ഉള്ളവരെയാണോ സഹായിക്കുക? सभी की करता है. कुछ कंडीशन तो होगी या नहीं होगी? എന്നാ ബാബ സഹായിക്കണമെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ ഇല്ലേ? हाँ, एक कंडीशन तो है. कौन सी कंडीशन? हाँ जी,
അതായത് ബാബ നമ്മളെ സഹായിക്കണമെങ്കിൽ എന്തോ ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. बादाई बोल रहे बाबा के ऊपर निश्चय होना चाहिए. अच्छा, बाबा पे निश्चय होना चाहिए ना. या जिसको हम दूसरे शब्दों में कहें, मदद के साथ एक स्लोगन है बाबा का. कौन सा स्लोगन है? ബാബയുടെ സഹായം കിട്ടണമെങ്കിൽ ഒരു സ്ലോഗൻ തന്നെ ഉണ്ട്. നമ്മൾ കാണാതെ പഠിച്ച് നടക്കുന്നതാണ്. ഏത് കുട്ടികളെയാണ് ബാബ മദത് ചെയ്യുന്നത്? അതേനാ हिम्मते बच्चे, है ना. हिम्मते बच्चे मददे बाप. ധൈര്യശാലി കുട്ടികളെ ആര് സഹായിക്കും? ബാബ സഹായിക്കും. हिम्मत का एक कदम बच्चा बढ़ाएगा और 1000 कदम बाबा मदद करेगा. ധൈര്യത്തിന്റെ ഒരു ചുവട് കുട്ടി വെക്കണം. അപ്പോ സഹായത്തിന്റെ 1000 ചുവടുമായിട്ട് ആര് വരും? ബാബ. लेकिन एक कदम किसको बढ़ाना पड़ेगा? പക്ഷെ ആദ്യത്തെ ചുവട് ആര് തന്നെ വെക്കേണ്ടി വരും? एक कदम हमारा, 1000 कदम उसके. ഒരു ചുവട് നമ്മുടേത്, 1000 ചുവട് ബാബയുടേത്. लेकिन कई बच्चे जो हैं थोड़े ओवर स्मार्ट होते हैं ना बाबा के, तो वो क्या बोलते हैं, बाबा 1000 कदम तो आप बढ़ा ही रहे हो, तो 1000 एक ही बढ़ा लो. ചില ഓവർ സ്മാർട്ടായ കുട്ടികൾ ബാബയോട് പറയും, ബാബ 1000 ചുവട് ബാബയ്ക്ക് വെക്കാമെങ്കിൽ ആ ഒരു ചുവടും കൂടെ അങ്ങ് ബാബയ്ക്ക് തന്നെ വെച്ചൂടെ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. सोचो कोई हमसे मिलने आ रहा हो, ठीक है, और आप यहाँ बैठे हैं, वो आया 10 किलोमीटर दूर से और वहां तक आ गया और वो बोल रहे वहां आ जाओ, तो हम क्या कहेंगे, इतना दूर तो आप आ ही गए, यहाँ तक भी आ जाओ आप, है ना. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ കാണാൻ ഒരാൾ വളരെ ദൂരെ നിന്ന് വരികയാണ്. അപ്പൊ ആ ഗേറ്റിന്റെ അവിടെ വരെ എത്തി. എന്നിട്ട് ആള് പറയാണ് നിങ്ങളിങ്ങ് വെളിയിലോട്ട് വന്ന് പറഞ്ഞാൽ ചിലരിങ്ങനെ പറയും, എന്തായാലും ഗേറ്റ് വരെ വന്നില്ലേ, ഇത്രയും ദൂരം വന്നില്ലേ, പിന്നെ ഇവിടെയും കൂടെ ഇങ്ങോട്ട് വന്നൂടെ എന്ന് ചോദിക്കും. അങ്ങനെയാണ് ചിലർ ബാബയോട് സഹായത്തിന്റെ കാര്യം പറയുന്നത്. लेकिन ये कंडीशन है बाबा की मदद अनुभव करने की. बाबा मदद का सागर है, सबको मदद करता है, लेकिन उसकी मदद अनुभव करने के लिए हमें हिम्मत रखनी पड़ेगी. എന്നാൽ ബാബയുടെ സഹായം കിട്ടണമെങ്കിൽ അതിന് കണ്ടീഷൻ ഇതാണ്. ബാബ സഹായിക്കുന്ന കാര്യത്തിൽ സാഗരം പോലെയാണ്. എന്നാൽ ബാബയുടെ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ ധൈര്യത്തിന്റെ ആദ്യ ചുവട് ഞാൻ തന്നെ വെക്കണം. क्योंकि हम सबके जीवन में अभी भी अगर ध्यान से अपने को देखेंगे या आप सबसे पूछेंगे तो हर किसी के जीवन में कोई ना कोई परिस्थिति चल रही होगी. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരോട് വേണോ ചോദിച്ചു നോക്കൂ, അവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഇപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. क्योंकि क्यों चल रही हैं परिस्थितियां? പ്രശ്നങ്ങൾ എന്തിനാ വരുന്നത് ജീവിതത്തിൽ? परीक्षा, कार्मिक अकाउंट, है ना. कार्मिक अकाउंट सेटल हो रहे हैं, अभी अंतिम समय है ये, तो परिस्थितियां तो चलनी है. നമ്മളുടെ കർമ്മക്കണക്കുകൾ കാരണമാണ് ഒരുപാട് പരീക്ഷകൾ വരുന്നത്. കർമ്മക്കണക്ക് സെറ്റിൽ ചെയ്യണ്ടേ? അപ്പൊ അന്തിമ സമയമാണ്, അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ വരും. तो परीक्षाओं से हमें दुखी नहीं होना है, परिस्थितियों से दुखी नहीं होना है, पर अपनी शक्तियों को बढ़ाकर अपने को याद दिलाना है कि मेरे अंदर इतनी शक्ति है, कोई भी परिस्थिति को मैं क्रॉस कर सकता हूं. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളിരുന്ന് ദുഃഖിച്ച് കരയരുത്, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ശക്തികളെ ഉണർത്തിയെടുക്കണം. നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കണം, എൻ്റെ ഉള്ളിൽ അത്രയും ശക്തിയുണ്ട്, എന്ത് പ്രശ്നം വന്നാലും എനിക്കതിനെ മറികടക്കാൻ സാധിക്കും. ഹിമ്മത്തെ ബച്ചേ മദ്ദേ ഖുദാ. അതുകൊണ്ടാണ് പറയുന്നത് ധൈര്യശാലി കുട്ടികൾ ആര് സഹായിക്കും? ബാബ സഹായിക്കും. ठीक है, हिम्मत कभी नहीं हारनी है. എന്ത് വന്നാലും ധൈര്യം കളയാൻ പാടില്ല. बाहर कुछ भी होता रहे, कोई भी खेल चलता रहे, कोई भी पेपर चलता रहे, लेकिन मुझे हिम्मत नहीं हारनी है, क्योंकि भगवान मेरा साथी है. പുറമെ എന്തൊക്കെ കളികൾ നടന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എനിക്ക് എൻ്റെ ഉള്ളിൽ ധൈര്യം കൈവിടാനേ പാടില്ല, കാരണം ഭഗവാൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. तो पहला है बाबा बैठा है, दूसरा बाबा की जिम्मेवारी है. ആദ്യത്തെ ബി ഏതായിരുന്നു? ബാബ ബൈഠാ ഹെ, ബാബ ഇരിപ്പുണ്ട്. ഇനി രണ്ടാമത്തെ ബി ആണ്, ബാബയാണ് ഉത്തരവാദി. ബാബയുടെ ഉത്തരവാദിത്വമാണ്. दूसरा क्या है? सभी बोलेंगे? എല്ലാരും പറയണം, അതും ഹിന്ദിയിൽ തന്നെ പറയണം, എല്ലാ പേരും പറയണം.
नहीं, दूसरा हिंदी में बोलिए सभी, बाबा की जिम्मेवारी है. ബാബാ की जिम्मेवारी है. എല്ലാരും ഹിന്ദിയിൽ പറഞ്ഞേ, ബാബാ की जिम्मेवारी है. है ना? ബാബ की जिम्मेवारी എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാബയുടെ ഉത്തരവാദിത്വമാണ്. जिम्मेवारी ബാബയുടെ ഉത്തരവാദിത്വമാണ്. तो कोई भी परिस्थिति, या फिर कई बार होता है कि परिवार के बारे में हम सोच रहे हैं, बच्चों का क्या होगा, परिवार का क्या होगा, भाई का क्या होगा, बहन का क्या होगा, माता पिता, है ना, सबकी टेंशन. लेकिन वो हमारी जिम्मेवारी नहीं है. किसकी जिम्मेवारी है? बाबा की जिम्मेवारी है. കാരണം എന്താണെന്നറിയോ, നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ നമുക്ക് വരും. കുടുംബത്തിലുള്ളവരെ കുറിച്ച്, മക്കൾക്ക് എന്താകും, അവർക്ക് എന്താകും, അച്ഛനമ്മയ്ക്ക് എന്താകും, സഹോദരങ്ങൾക്ക് എന്താകും, ഇങ്ങനെ ഇവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ അല്ല ആവേണ്ടത്. അത് നമ്മുടെ ഉത്തരവാദിത്വമല്ല. ആരുടെ ഉത്തരവാദിത്വമാണ്? ബാബയുടെ ഉത്തരവാദിത്വമാണ്. क्योंकि हर एक आत्मा किसकी संतान है? परमात्मा की. तो उसकी जिम्मेवारी है सारी. हमारे साथ तो सिर्फ 5 साल, 10 साल, 20 साल, 30 साल, है ना, अलग अलग रोल में आत्माएं आई हैं. नेक्स्ट बर्थ में क्या होगा? रोल चेंज हो जाएगा. तो हमारी जिम्मेवारी नहीं है, बाबा की जिम्मेवारी है. കാരണം എന്താ? എല്ലാ പേരും ഓരോ ആത്മാക്കളാണ്. അവരെല്ലാം ആരുടെ കുട്ടിയാണ്? പരമാത്മാവിന്റെ കുട്ടിയാണ്. നമ്മളുടെ കൂടെ ഒരു 5 വർഷം, 6 വർഷം, അല്ലെങ്കിൽ ഒരു 10, 20, 30 വർഷം കൂടെ കാണും. അടുത്ത ജന്മത്തിൽ അവരുടെ റോള് മാറും. അപ്പൊ പിന്നെ നമുക്ക് അവരുമായിട്ട് വേറെ ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ആരുടെ ഉത്തരവാദിത്വമാണ്? ഓരോരുത്തരും ബാബയുടെ. चलो, अभी हम एक छोटा सा काम करेंगे. 5 मिनट है आपके पास. सबके पास डायरी और पेन होगा. നീ ഒരു ചെറിയൊരു കാര്യം ചെയ്യാൻ പോവാണ്. 5 മിനിറ്റാണ് അതിനുവേണ്ടി നിങ്ങൾക്ക് തരുന്നത്. എല്ലാവരുടെയും കയ്യിൽ ബുക്കും പേനയുണ്ടോ? ഒന്ന് ഉയർത്തി കാണിക്കാവോ? सबके पास है ना? ठीक है. 7 मिनट्स हैं आपके पास. 7 മിനിറ്റ് ഉണ്ട് നിങ്ങൾക്ക്. 7 മിനിറ്റ് സമയം തരും. हमें विचार सागर मंथन करना है. एक पॉइंट पर आप ऊपर लिखिए, परिस्थितियां क्यों आती हैं. നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് വിചാരസാഗര മഥനം ചെയ്യുമ്പോൾ നിങ്ങൾ അത് എഴുതണം ആദ്യം. എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്? ठीक है. क्वेश्चन क्या है? परिस्थितियां क्यों आती हैं. പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത്? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. और उसके नीचे आप खुद विचार सागर मंथन करके आसपास देखे बिना कि परिस्थिति, एग्जाम्पल, परिस्थिति आगे बढ़ाने आती है, या परिस्थिति, जो भी आपको अलग अलग पॉइंट्स लगते हैं, ऐसे कम से कम आप 7-8 पॉइंट्स, ज्यादा 10 तक लिख सकते हैं. 10-15 जितने भी आपको लगे പോയിന്റ്സ് लिखेंगे. അതായത് നിങ്ങൾക്കിപ്പോൾ തന്ന ആ ചോദ്യത്തിനെ കുറിച്ച് നിങ്ങൾ വിചാരസാഗര മഥനം ചെയ്ത് എഴുതണം. അടുത്തിരിക്കുന്ന ആളിന്ന് കണ്ടെഴുതരുത്. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രശ്നങ്ങൾ വരുന്നത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. ഒരു എക്സാമ്പിളാണ്. അങ്ങനെ ഒരു 6-7 പോയിന്റ് എഴുതണം. 10 പോയിന്റും എഴുതാം. നിങ്ങൾ സ്വയം ചിന്തിച്ചെഴുതണം. എല്ലാവരും എഴുതി തുടങ്ങിക്കോളൂ. ओम शांति. आप में से बताएंगे कोई क्या क्या पॉइंट लिखे हैं? ആരെങ്കിലും ഒരാൾക്ക് വന്ന് പറയാവോ ഏത് പോയിന്റ് എഴുതിയിട്ടുള്ളതെന്ന്? ആർക്കെങ്കിലും वहीं से बता दीजिए. बैठकर भी बता सकते हैं. അവിടെ ഇരുന്ന് തന്നെ പറഞ്ഞാൽ മതി. हमारे हिसाब किताब के कारण ये परिस्थिति आई. यस. नंबर 1 क्या है? कोई भी परिस्थिति आती है, हमारा कार्मिक अकाउंट सेटल हो रहा है. ആദ്യത്തെ പോയിന്റ്, നമ്മളുടെ എന്ത് പ്രശ്നം വരുന്നതും നമ്മുടെ കർമ്മ കണക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ്. लेकिन होता क्या है, कई बार जब पेपर आता है उस समय मन में प्रश्न चलते हैं बहुत सारे. ऐसा क्यों हुआ? ऐसा तो मैंने कुछ किया ही नहीं था. और खासकर जब हमने कुछ गलत नहीं किया, फिर भी सामने जब पेपर आता है, तब मन में बहुत सारी उधेड़बुन चलती है. അതായത് പക്ഷെ ആ സമയത്ത് വരുമ്പോൾ സംഭവിക്കുന്ന എന്താ എനിക്ക് മാത്രം ഇങ്ങനെ വന്നത്, എന്താ? ഇപ്പൊ ആ സമയത്ത് ഇങ്ങനത്തെ ചിന്തയൊന്നും വരില്ല. എങ്ങനെ, എന്തുകൊണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് വളഞ്ഞ പുളഞ്ഞ ചോദ്യങ്ങൾ ഉള്ളിൽ വരാൻ തുടങ്ങും. सेकंड वाइकना माजी. सेकंड कोई और बताए? सेकंड एक एक बताना है सिर्फ. एक आपने बताया, इसके अलावा बताएं. ഇനി ആരെങ്കിലും ഒരാൾ പറ. ഒരു മിനിറ്റ്.
परिस्थिति इसलिए आई है मुझे और भी शक्तिशाली बनाने। परिस्थितियां क्यों आती हैं? मुझे शक्तिशाली बनाने के लिए। एक स्लोगन है, मुसीबत सब पर आती है, कोई बिखर जाता है और कोई निखर जाता है. അതായത് പരിസ്ഥിതി വരുന്നത് എന്നെ കൂടുതൽ ശക്തിശാലിയാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു സ്ലോഗൻ തന്നെ ഉണ്ട്. അതായത് അങ്ങ് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലർ നേരെയാവും, ചിലർ വളഞ്ഞു പോവും, ഒടിഞ്ഞു പോവും. तो परिस्थितियां क्यों आती हैं? हमें इंटरनली आंतरिक शक्तिशाली बनाने के लिए. എന്തിനാ പ്രശ്നങ്ങൾ വരുന്നത്? നമ്മളെ ആന്തരികമായി ശക്തിശാലിയാക്കാൻ വേണ്ടിയിട്ടാണ്. तो जब परिस्थिति चल रही है उस समय हमें बार बार याद दिलाना है खुद को कि ये सिचुएशन आई है पर मुझे शांत रहना है, ये मेरे को अंदर से शक्तिशाली बना रही है. പക്ഷെ പരിസ്ഥിതി വരുമ്പോൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്, ഞാൻ ശാന്തമായിട്ടിരിക്കണം. ഇതെന്നെ കൂടുതൽ എന്താക്കും? ശക്തിശാലിയാക്കും. और बताएंगे? ഇനി ആരെങ്കിലും ഒരാൾ പറയണം. ഒരു മിനിറ്റ്. അജിത മാതാജി പറയണം. परिस्थिति इसलिए आती है हमें और विजयी बनाने के लिए. हाँ, वही शक्तिशाली बनाने के लिए या विजयी बनाने के लिए. ठीक है. और നിക്ക് ഒരു മിനിറ്റ്. മാതാജി പറഞ്ഞു. इमर्ज ചെയ്യണം. वो वही पॉइंट्स आता है. इसके अलावा बताइए शक्तिशाली बनाने के लिए. ശക്തിശാലി ഒരു മിനിറ്റ് പറയാം. ശക്തിശാലി ആക്കാനാണ്, പരീക്ഷ ആക്കാനാണ്, എന്റെ പഴയ കർമ്മ കണക്കാണ്, കഴിഞ്ഞ ജന്മത്തിലെ കർമ്മ കണക്കാണ്, ഇതെല്ലാം അല്ലാണ്ട് വേറെ പോയിന്റ്. അമ്പിളിമാജി പറയണം. हमारी स्थिति को आगे बढ़ाने के लिए. हमारी स्थिति को आगे बढ़ाने के लिए या शक्तिशाली, वैसे दोनों ऑलमोस्ट सेम हो गए है ना, करने के लिए. लता माजी പറയണം. बाबा के ऊपर हमको कितना निश्चय आया, वो चेक करने के लिए ना. ये भी तो है ना, पेपर आएगा तभी तो होगा. एक मुरली में बाबा ने कहा था कि कोई भी कितना भी कहे मैं मास्टर सर्वशक्तिवान आत्मा हूँ, मास्टर सर्वशक्तिवान हूँ, दिन भर बोलता है वो बाबा मेरे साथ है, लेकिन पता कब लगेगा? ഒരു മുരളിയിൽ ബാബ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാള് ദിവസം മുഴുവൻ ഇരുന്ന് പറയാണ് ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, മാസ്റ്റർ സർവശക്തിവാനാണ്, ബാബ എന്റെ കൂടെ ഉണ്ടെന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എപ്പോഴാ അറിയാൻ പറ്റുക? അറിയാൻ പറ്റുന്ന പ്രശ്നം വരുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. ഓക്കെ. और इसके अलावा किसी के? हाँ जी. ഒരു മിനിറ്റ്. ഓരോരുത്തരായിട്ട് പറഞ്ഞ. മാതാജി പറയണം. परिस्थिति परचिंतन से परीक्षाएं आती है. हाँ, ये कौन सा पॉइंट है? मतलब परचिंतन से मुक्त कराने के लिए ये कह रहे हैं. परचिंतनത്തിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടി. അത് ഓക്കെയാണ്. ഇനി മാതാജി പറയണം. ठीक है. नर से नारायण बनाने के लिए. ओके, ഇരുന്നോളൂ. ये भी ठीक है. जो बाबा कहते हैं ना हैमर्स लगेंगे, मूर्ति बन रही है तो मूर्ति बनती है तो क्या होता है? हैमर्स लगते हैं. थोड़ा छैनी लेके वो करते हैं ना पूरा. വിഗ്രഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതില് നമ്മള് ചുറ്റുകയിട്ട് ഇടിക്കണ എന്തിനാ? വിഗ്രഹം ഉണ്ടാക്കുന്ന ശില്പി ആ കല്ലിൽ ചുറ്റുക ഇടിക്കണ എന്തിനാ? അത് വിഗ്രഹമാക്കാൻ വേണ്ടിയിട്ടാണ്. तो हम भी जब नर से नारायण बन रहे हैं तो थोड़े हथौड़े तो लगेंगे. ഇപ്പൊ നമ്മളും വിഗ്രഹം ആയിക്കൊണ്ടിരിക്കുകയാണ്, നാരായണൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് ചുറ്റികയൊക്കെ ആരുടെ മേലെയും വീഴും? നമ്മുടെ മേലെയും വീഴും. चलो लास्ट बताएंगे. हाँ जी. वंस ग्रोथ. हाँ हाँ, कुछ लेसन सिखाने के लिए परिस्थितियां आती हैं, उससे हमें लेसन सीखना है और आगे बढ़ना है. ये नहीं कि परिस्थिति को पकड़ के ही बैठ जाए, ऐसा क्यों हुआ, है ना. लेसन सीखते हैं. नहीं, ओनली वन. അതായത് പരിസ്ഥിതികൾ വരുന്നത് നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കാനാണ്, എന്നിട്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. പക്ഷെ നമ്മൾ ഒരു പ്രശ്നം വന്നാല് ആ പ്രശ്നവും പിടിച്ചു വെച്ചോണ്ടിരിക്കരുത്.
അത് പഠിക്കണം, മുമ്പോട്ട് പോകണം. हो गया ना? तो आप सबके मन में बहुत सारे और भी होंगे, ओके, है ना. एक और क्यों आती है परिस्थिति? लगन बढ़ाने के लिए. അതായത് നിങ്ങളുടെ മനസ്സിനുള്ളിൽ എല്ലാം ഉണ്ട്, നിങ്ങൾ ഇനി കൂളാവുക, കഴിഞ്ഞു പരിപാടി. ഇനി അടുത്ത പോയിന്റ് ഭായി തന്നെ പറയാണ്, പരിസ്ഥിതി എന്തിനാ വരണമെന്നറിയൂ? നമ്മളുടെ ലഹരി കൂട്ടാൻ വേണ്ടിയിട്ട്. जब पुरुषार्थ में थोड़े से अलबेले हो जाते हैं ना, मान लीजिए अमृत वेला ठीक ठीक, नुमा शाम ठीक ठीक, तो क्या होता है फिर कोई पेपर आता है, फिर याद आता है कि नहीं मेरे को पुरुषार्थ अच्छे से करना है ना, अपनी शक्तियों को और बढ़ाना है. അതായത് പുരുഷാർത്ഥം പരിസ്ഥിതി പരീക്ഷ വരുന്നതിന് വേറൊരു കാര്യമുണ്ട്. നമ്മളെ എന്താണ് കുറെ കൂടി അലസ്യത വരുമല്ലോ നമുക്ക്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മളെ ഉണർത്താൻ വേണ്ടിയിട്ട്, ലഹരിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഇപ്പൊ ചില ദിവസങ്ങളിൽ അമൃതവേള വെറുതെ ടിക്കടിച്ചങ്ങ് പോവും, വൈകുന്നേരത്തെ യോഗവും അങ്ങനെയൊന്നും ശ്രദ്ധിക്കുകയൊന്നുമില്ല. പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ ഉണരുന്നത്, അയ്യോ എന്റെ പുരുഷാർത്ഥം എനിക്ക് കൂടുതൽ കൂട്ടണം എന്ന്. അതിനാണ് പ്രശ്നങ്ങൾ വരുന്നത്. जैसे इसकी यादगार भी है कौन सी? कुंभकर्ण की. അതിന്റെ ഓർമ്മ ചിഹ്നമായിട്ട് ഒരാളുണ്ടല്ലോ, ആരാന്നറിയോ? കുംഭകർണൻ. കുംഭകർണൻ എല്ലാവർക്കും അറിയാലോ. उसको जगाया, नहीं उठ रहा है, तो फिर नगाड़े बजाने पड़ते हैं. तो परिस्थिति भी क्या काम करती है? नगाड़ों का काम करती है. കുംഭകർണൻ എത്ര കുലുക്കി വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. അവസാനം കുംഭകർണനെ ഉണർത്താൻ വേണ്ടി ചെവിയിലെടുത്ത് പെരുമ്പറ കൊണ്ടുവന്ന് കൊട്ടി. അപ്പൊ ഈ പ്രശ്നങ്ങളാണ് പെരുമ്പറ എന്ന് പറയുന്നത്. എന്തിനാ പെരുമ്പറ മുഴക്കുന്നത്? നമ്മുടെ ചെവിയിലെടുത്ത് നമ്മളെ ഉണർത്താൻ വേണ്ടിയിട്ട്. तो दूसरा था बाबा की जिम्मेवारी है. അതിന്റെ രണ്ടാമത്തെ ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? ബാബാക്കി ജിമ്മേവാരി. ആരുടെ ഉത്തരവാദിത്വമാണ്? ബാബയുടെ ഉത്തരവാദിത്വം. और तीसरा इसी के साथ कनेक्टेड है, तीसरा है बाबा संभालेगा. ഇനി മൂന്നാമത്തത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ്. അതാണ് ബാബ സംഭാലേക. ആര് നോക്കിക്കോളും? ബാബ നോക്കിക്കോളും. जब भी जैसे कहा ना, परिस्थितियां आई, कुछ ऊपर नीचे चल रहा है, समझ नहीं आ रहा है कुछ भी, क्या करे, कैसे करे, सही कैसे होगा, ये कैसे होगा, बार बार याद दिलाना पड़ेगा खुद को. कौन संभालेगा? बाबा संभालेगा. അതായത് പ്രശ്നങ്ങൾ വരുമ്പോ ഒന്നും ശരിയാവുന്നില്ല, കീഴ്മേലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ചിന്തകൾ വരും. ആ സമയത്തൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ട പോയിന്റാണ്, ആര് നോക്കിക്കോളും? ബാബ നോക്കിക്കോളും. और गीत भी है, जीवन तुमने दिया है संभालोगे तुम. അങ്ങനൊരു പാട്ട് തന്നെ ഉണ്ട്, കേട്ടിട്ടില്ലേ? ജീവിതം തന്നത് നീയാണ്, അതുകൊണ്ട് അത് നോക്കേണ്ടതും നീയാണ് എന്ന്. तो बोलिए सभी, बाबा संभालेगा. അപ്പൊ എല്ലാരും ഈ ശബ്ദം തന്നെ പറയണം, ഹിന്ദിയിൽ തന്നെ പറയണം. ആദ്യം ഞാൻ പറയും, അത് കേട്ട് എല്ലാവരും പറയണം, ബാബ സംഭാലേക. और फोर्थ है बाबा मेरे साथ है. ഇനി നാലാമത്തെ ബി ആണ്, ബാബ എന്റെ കൂടെയുണ്ട്. ബാബ മേരെ സാത്ത് ഹെ. ബാബ എന്റെ കൂടെയുണ്ട്. दिन भर उसको फील करना है, बाबा को साथ फील करना है. ദിവസം മുഴുവനും ബാബ കൂടെയുണ്ട് എന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. बाबा के साथ सर्व संबंध, बाप, टीचर, सदगुरु, दोस्त, भाई बहन, सब, माता पिता, जो भी संबंध है, हमें दिन भर अलग अलग संबंध अनुभव करने हैं. ബാബയുമായിട്ട് നമ്മൾ എല്ലാ ബന്ധങ്ങളും അനുഭവിക്കണം. അച്ഛൻ, ടീച്ചർ, സദ്ഗുരു, കൂട്ടുകാരൻ, അമ്മ, എന്തൊക്കെ സംബന്ധമുണ്ടോ അതെല്ലാം നമ്മൾ പല പല പ്രാവശ്യമായിട്ട് ബാബയുമായി അനുഭവിക്കണം. तो चलते फिरते सैर करते हुए खासकर हमें कौन सा अनुभव करना है? दोस्त का, गाइड का. ഇനി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണ്, നടക്കുകയാണ്, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, ആ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഏത് അനുഭവം ചെയ്യേണ്ടത്? ബാബ എന്റെ ദോസ്താണ്. ദോസ്ത് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനാണ്, ഗൈഡാണ്, വഴികാട്ടിയാണ്. ऐसे फील करना है जैसे साकार में बाबा, सोचिए 1969 से पहले आप बाबा के साथ घूम रहे हो साकार में, है ना. तो हम बाबा से क्या करेंगे? कैसा फील होगा? सोचो, बाबा के साथ हम घूम रहे हैं, शक्तिशाली फील होगा, ऑटोमेटिक, है ना. बाबा से हम कुछ बातें भी करेंगे. तो ऐसे ही दिन भर हमें फील करना है
बाबा के साथ ही सब कुछ करना है. അതായത് എങ്ങനെ ഫീൽ ചെയ്യണമെന്നൂടെ കേട്ടോളൂ. അതായത് സാകാരത്തിൽ ബാബ ഉണ്ടായിരുന്നപ്പോൾ 69 മുമ്പേ ഉള്ള ബാബയുമായിട്ടാണ് കൈപിടിച്ച് നടക്കേണ്ടത്. നമ്മളെവിടെ പോയാലും എന്ത് ചെയ്താലും ആരെയും കൂടെ കൂട്ടണം ബാബയെ. എന്നിട്ട് ബാബയോട് സംസാരിക്കണം. നമ്മൾ ഫീൽ ചെയ്യണം നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാളോട് സംസാരിക്കുന്നത് പോലെ ബാബയോട് സംസാരിക്കണം. എല്ലാ കാര്യത്തിനും ആരെ കൂടെ വെക്കണം? बहुत साल पहले एक भाई मिले तो उससे मैंने एक चीज सीखी, तो मैं उसको बहुत अनुभव करता हूँ. तो वो कहते मैं जहां भी जाता हूँ ना तो मैं बाबा को साथ लेके जाता हूँ. जैसे बाइक पे जा रहा हूँ, बाबा को साथ लेके जा रहा हूँ. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ഭായിയെ കണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ ഞാൻ പഠിച്ചതാണ്. അദ്ദേഹം പറയും, ഞാൻ എവിടെ പോയാലും ബാബയെ കൂടെ കൊണ്ടുപോകും. ഇപ്പം ഞാൻ ബൈക്കിൽ ഒരിടത്ത് പോവാണെന്ന് വെച്ചോളൂ, ബൈക്കിൽ ആരെ ഇരുത്തിക്കൊണ്ട് പോവും? ബാബയെ ഇരുത്തിക്കൊണ്ട് പോവും. तो उन्होंने बहुत अच्छा अनुभव सुनाया. उन्होंने बोला एक बार मेरे को बहुत जल्दी हो रही थी तो मैं घर से निकल गया, ठीक है, भूल गया बाबा को साथ लेके जाना. तो कहते फिर मेरे को 1 किलोमीटर, लगभग 1 किलोमीटर के बाद याद आया. तो पहले मैं वापस गया, बाबा को बिठाया कि बाबा सॉरी आपको भूल गया था, फिर दोबारा वापस गया. അങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടായ അനുഭവം കൂടെ അദ്ദേഹം പറഞ്ഞായിരുന്നു. ഒരിക്കൽ ഞാൻ പെട്ടെന്ന് തിരക്കിന്റെ ഇടയിൽ ബാബയെ വിളിക്കാൻ മറന്നുപോയി. എന്നിട്ട് ഞാൻ വണ്ടി എടുത്തങ്ങ് പോയി. 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ബാബയെ വിളിച്ചില്ലാന്ന്. പിന്നെ ഞാൻ തിരിച്ചു പോയിട്ട് ബാബയോട് ബാബ ശരിക്കും സാകാരത്തിലില്ല, ആ ഭായി അനുഭവിക്കുന്നതാണ്. തിരിച്ചു ചെന്ന് വീണ്ടും ബാബയോട് സോറിയും പറഞ്ഞ് ആരെയും കൂടെ എടുത്തിക്കൊണ്ടുപോയി, ബാബയെ ഇരുത്തിക്കൊണ്ടുപോയി. इसलिए बाबा को साथ, बाबा मेरे साथ है. അതുകൊണ്ട് ബാബയെ എപ്പോഴും കൂടെ വെക്കണം. ബാബ മേരെ സാത്ത് ഹൈ. ठीक है, 4 बोलेंगे. पहला क्या है? बाबा बैठा है. बोलिए सभी. എല്ലാരും പറയണം ബാബ ബൈഠാ ഹേ. बाबा बैठा है. दूसरा बाबा की जिम्मेवारी है. രണ്ടാമത്തേത് എല്ലാരും പറയണം ബാബ की जिम्मेवारी है. थर्ड बाबा संभालेगा. മൂന്നാമത്തേത് എല്ലാരും പറയണം ബാബ സംഭാലേഗ. എല്ലാരും പറഞ്ഞേ, ചിലരൊന്നും പറയുന്നേ ഇല്ലല്ലോ. और फोर्थ है बाबा मेरे साथ है. നാലാമത്തേത് എല്ലാരും പറയണം ഉച്ചത്തില് ബാബ മേരെ സാത്ത് ഹേ. सो ये 4 संकल्प अर्थात B4 कैप्सूल हमें दिन में कितनी बार खाने हैं? ഈ 4 സങ്കല്പങ്ങൾ, അതായത് ഈ B4 ക്യാപ്സ്യൂള്, ഈ ഗുളിക ഒരു ദിവസം എത്ര വട്ടം കഴിക്കണം? है ना, बार बार खाने. बोल रहे 4 बार खाना है. 4 बार. ऐसा तो नहीं जैसे कई लोग बोलते हैं ना कि सुबह उठने से पहले और रात को सोने के बाद, ऐसे तो नहीं. അങ്ങനെയല്ല, ചിലപ്പോൾ തമാശയ്ക്ക് പറയാറില്ലേ, ഒരാളുടെ അടുത്ത് ഗുളിക എപ്പോൾ കഴിക്കണം എന്ന് പറഞ്ഞു, രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പും രാത്രി ഉറങ്ങിയതിന് ശേഷവും. അങ്ങനെ കഴിക്കാനുള്ള ഗുളികയല്ല ഇത്. അടിക്കടി ഈ ഗുളിക കഴിക്കണം. कम से कम 4 बार तो खाना ही है. बाकी जब भी मन अशांत हो अपने आप को याद दिलाना है. और इसकी बहुत सुंदर बात है कि अगर कोई भी व्यक्ति जो ज्ञान में नहीं है आपके पास आता है और बोलता है चिंता हो रही है, बच्चा जो भी कोई भी बोल रहा है चिंता हो रही है, आप उनको ये समझाइए, आप देखेंगे उनका जीवन भी निश्चिंत होना शुरू हो जाएगा. അതായത് ഇത് കുറഞ്ഞത് 4 വട്ടം കഴിക്കണം. എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിന് അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ ഉടനെ ഈ ഗുളിക വാരി അപ്പം തന്നെ എന്ത് ചെയ്തോളണം? കഴിച്ചോളണം. ഓക്കെ. ഇനി അതേപോലെ നിങ്ങൾ ആരെങ്കിലും, അത് അജ്ഞാനിയാണെന്ന് വെച്ചോളൂ, ജ്ഞാനത്തിലില്ലാത്ത ഒരാളെ നിങ്ങൾ കണ്ടെന്ന് വെച്ചോളൂ. അപ്പം അവർ നിങ്ങളോടത്ത് അവരുടെ ദുഃഖം പറയുകയാണെന്ന് വെച്ചോളൂ. ഉടനെ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, അവർക്ക് മാറ്റം വരാൻ തുടങ്ങും. ഗുളിക കഴിച്ചാൽ എന്ത് വരും? മാറ്റം വരുമല്ലോ. ये गोली देना है ना उनको भी. हाँ, ये उनको भी देना है. ठीक है, B4 कैप्सूल. क्योंकि बहुत लोगों ने अनुभव सुनाया, एक माता है तो उनके जो बच्ची है उसको बहुत टेंशन होती थी और वो बाबा की बच्ची नहीं थी. माता जी इधर बाद में. മാതാജി അതൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്യാം, എല്ലാരും ഇവിടെ കേൾക്കണം. तो उनकी बच्ची को बहुत टेंशन होती थी तो उन्होंने उसको समझाया. इतना अच्छा लगा उसको. धीरे 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 फिर वो मुरली भी सुनने लगी और वो बाबा की बच्ची बन गई. तो हमारे किस सहयोग से,
किसका भला हो जाए हमें नहीं पता है। അതായത് ഒരു മാതാജിയുടെ അനുഭവമാണ്. ആ മാതാജിയുടെ മകൾക്ക് ഭയങ്കര ടെൻഷൻ പിടിച്ചിരിക്കുന്ന സമയത്ത് ആ മാതാജി ഈ ക്യാപ്സ്യൂൾ ആർക്ക് കൊടുത്തു? മകൾക്ക് കൊടുത്തു. ആ മകളുടെ അനുഭവമാണ്. പതുക്കെ പതുക്കെ ആ കുട്ടിയുടെ പ്രോബ്ലം മാറാൻ തുടങ്ങി. അത് പതുക്കെ സെൻട്രൽ വരാൻ തുടങ്ങി, മുരളി കേൾക്കാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ ഏത് സഹയോഗം കൊടുക്കുമ്പോഴാണ് ഒരാളുടെ ജീവിതത്തിൽ അവർക്ക് പെട്ടെന്ന് മാറ്റം വരുന്നതെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. और खासकर हमें ये ध्यान रखना है, कोई भी व्यक्ति जब हमें अपनी प्रॉब्लम सुनाता है, ठीक है, कोई आता है और बताता है कि ये हो गया, मेरे साथ ऐसा हुआ वैसा हुआ, അതേപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആരെങ്കിലും വന്ന് നമ്മളോട് അവരുടെ ദുഃഖം പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ സംഭവിക്കുകയാണെന്ന് പറയാണെന്ന് വെച്ചോളൂ. कोई भी दुख की बातें सुनाए, ये बहुत ध्यान रखना है, हमें दुखी नहीं होना है. ആരെങ്കിലും നമ്മളോട് ദുഃഖത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് കേട്ടിട്ട് ആരിരുന്ന് കരയരുത്. क्योंकि कई बार होता है जब माताएं सुनती है ना किसी का दुख, आंखों में क्या आ जाते हैं, है ना, आंसू आ जाते हैं. കാരണം അങ്ങനെ ഉണ്ട്. മാതാക്കൾ ആരെങ്കിലും ഒക്കെ വല്ലതും പറഞ്ഞാൽ ഉടനെ അത് കേട്ടിട്ടിരുന്ന് എന്ത് ചെയ്യും? കരഞ്ഞു കളയും. और हम ही दुखी होंगे तो हम दूसरों की हेल्प कर पाएंगे? ഇനി നമ്മൾ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ കണ്ണുനീരെങ്ങനെ തുടയ്ക്കും? तो हमें साक्षी होकर सुनना है. कोई अपनी प्रॉब्लम सुना रहा है, साक्षी होकर सुनिए और फिर उन्हें बताना है, कोई बात नहीं, आप ये कैप्सूल खाइए, हर दिन जब आप चिंता कर रहे हैं आप ये सोचिए, आप निश्चिंत हो जाएंगे. അതുകൊണ്ട് നമ്മൾ ആര് ദുഃഖം പറഞ്ഞാലും അതിനെ സാക്ഷിയായിട്ടിരുന്ന് കേൾക്കണം. എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട പരിഹാരം ഇതാണ്: ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഈ ക്യാപ്സ്യൂൾ കഴിച്ചാൽ മതി. നിങ്ങൾക്ക് എപ്പോൾ ചിന്ത വന്നാലും നിങ്ങൾ ഈ കാര്യങ്ങൾ ഓർമ്മിക്കൂ. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതം നിശ്ചിന്തമായിട്ട് മാറും എന്ന്. लेकिन दूसरों को निश्चिंत कब कर सकते हैं हम? അതായത് വേറൊരാളെ നിശ്ചിന്തമാക്കാൻ നമുക്ക് എപ്പോഴാ പറ്റുക? जब हम खुद निश्चिंत होंगे. നമ്മൾ എപ്പോഴാണോ നിശ്ചിന്തമാകുന്നത് അപ്പോഴേ നമുക്ക് മറ്റൊരാളെ നിശ്ചിന്തമാക്കാൻ പറ്റുകയുള്ളൂ. आज की मुरली में बाबा ने कहा, कमजोर में बल भरो. അതുകൊണ്ട് ഇന്നത്തെ മുരളിയിലും ബാബ പറഞ്ഞില്ലേ, ദുർബലർക്ക് ബലം നിറച്ചു കൊടുക്കണം. लेकिन बल कौन भर सकता है? जो खुद शक्तिशाली होगा, पावरफुल होगा. പക്ഷേ ബലം നിറച്ചു കൊടുക്കാൻ പറ്റുന്നത് ആർക്കാ? ആരാണോ സ്വയം ശക്തിശാലിയായത്, ബലവാൻ, അവർക്ക് മറ്റുള്ളവർക്ക് ബലം കൊടുക്കാൻ പറ്റൂ. इसलिए अपने पे ध्यान रखना, अपने को निश्चिंत रखना, अपने को शक्तिशाली बनाना, ताकि हम दूसरों की सेवा कर सकें. അതുകൊണ്ട് നമ്മളുടെ മേലെ നല്ല അറ്റൻഷൻ വെക്കണം. നമ്മൾ നല്ല നിശ്ചിന്തമാക്കി വെക്കണം. നമ്മളെ എപ്പോഴും ശക്തിശാലിയാക്കി വെക്കണം. എന്നാലേ നമുക്ക് മറ്റുള്ളവരുടെ സേവനം ചെയ്യാൻ പറ്റൂ. क्योंकि ये समय है जब बहुत लोग टेंशन डिप्रेशन में हैं और आने वाले समय में और बढ़ने वाले हैं. കാരണം ഇത് അങ്ങനെയുള്ളൊരു സമയമാണ്. ഒത്തിരി ആളുകൾക്ക് ഭയങ്കര ടെൻഷനും ഡിപ്രഷനും ഒക്കെയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് വരുന്ന സമയം എങ്ങനെയായിരിക്കും? ഇത് ഭയങ്കരമായിട്ട് കൂടും. तो हमें अपने को शक्तिशाली बनाते हुए सबसे पहला काम क्या करना है? उनके नेगेटिव वाइब्रेशन का प्रभाव मुझ पर ना आए, सबसे पहले काम ये करना है. और सेकंड करना है, हम उनको शक्ति दे पाए. पहला, उसका इफेक्ट मुझ पर ना आए, अपने को प्रोटेक्ट करना है. फिर दूसरा है कि हम उनको शक्ति दे पाए, उनको शांति दे पाए. അപ്പൊ അതുകൊണ്ട് നമ്മളെ ശക്തിശാലിയാക്കി വെക്കണം. വേറൊരാളുടെ ദുഃഖത്തിന്റെ നെഗറ്റീവിന്റെ വൈബ്രേഷൻ നമ്മളിൽ വരാൻ പാടില്ല. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിൽ നിന്ന് ശക്തി നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കണം. ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവരുടെ യാതൊരു വിധത്തിലുമുള്ള പ്രഭാവം ആരിൽ വരരുത്, നമ്മളില്. രണ്ട്, നമ്മളിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടണം? ശക്തി കിട്ടണം. ठीक है, तो दो चीजें हो गई. पहला क्या था? विचार सागर मंथन. एंड सेकंड क्या था? B4 कैप्सूल. അപ്പൊ ഇപ്പൊ രണ്ട് ടോപ്പിക് ആയി, സബ്ജക്റ്റ് ആയി. ആദ്യത്തെ ഏതാണ്? വിചാര സാഗര മഥന 1. രണ്ടാമത്തേത് ഏതായിരുന്നു? B4 कैप्सूल. और तीसरा है हर्षित मुख चेहरा. മൂന്നാമത്തേത് മുഖം സദാ ഹർഷിതമായിരിക്കണം.
दुनिया में कहा जाता है फेस इज द इंडेक्स ऑफ माइंड. സാധാരണ ലോകത്തിൽ പറയാറുണ്ട് മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന്. है ना. चेहरा हमारे मन का दर्पण है. മുഖമാണ് നമ്മളുടെ മനസ്സിന്റെ കണ്ണാടി. मन में अगर पॉजिटिव चल रहा है तो चेहरा कैसा होगा? खुशनुमा. അകത്ത് പോസിറ്റീവാണ് നടക്കുന്നതെങ്കിൽ മുഖം എങ്ങനെ ഇരിക്കും? നല്ല സന്തോഷത്തോടെ വിടർന്നിരിക്കും. और आज की मुरली में बाबा ने कहा है कैसी शक्ल बन जाती है? ഇന്നത്തെ മുരളിയിൽ ബാബ പറഞ്ഞില്ലേ, ചിലരുടെ മുഖം കണ്ട എന്തു തോന്നും? എന്ത് കിടക്കണ പോലെ തോന്നും? മുർദ. हाँ, मुर्दे जैसी शक्ल. क्योंकि जब हम पुरुषार्थ अच्छे से नहीं करेंगे, विकारों में जाएंगे तो शक्ल क्या बन जाएगी? फिर मुर्दे की तरह बन जाएगी. നമ്മൾ നല്ല പുരുഷാർത്ഥമൊന്നും ചെയ്യുന്നില്ല, വികാരികളായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ മുഖം കണ്ടാൽ എങ്ങനെ ഇരിക്കും? तो यहाँ किसी के लिए परचिंतन नहीं, बदले की भावना नहीं, ईर्ष्या नहीं, घृणा नहीं, तो चेहरा मुस्कुराता हुआ रहेगा. അപ്പൊ ഇവിടെ ഒരു പരചിന്തനവും ഇല്ല, ആരോടും പകരം വീട്ടാനില്ല, ആരോടും അസൂയയില്ല, വെറുപ്പില്ല എങ്കിൽ മുഖം എങ്ങനെ ഇരിക്കും? നല്ല വിടർന്ന് ഹർഷിതമായിട്ടിരിക്കും. और एक स्लोगन अपने आप को याद दिलाना है हमेशा, मेरा मन डस्टबिन नहीं है. ഒരു സ്ലോഗൻ എപ്പോഴും നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം, എന്റെ മനസ്സെന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ബിൻ അല്ല, ഒരു ചവറുകുട്ട അല്ല. है ना. यहाँ दुनिया में तो क्या होता है, अगर डस्टबिन भी होता है ना, 2 दिन 3 दिन मैक्सिमम खाली कर, 1 हफ्ता रखता है कोई, ज्यादा से ज्यादा उसको खाली कर देता है. लेकिन इसमें हम कई बार क्या करते हैं, कई सालों की बातों को पकड़ कर रखते हैं. സാധാരണ ഇപ്പൊ ഡസ്റ്റ്ബിൻ ഉപയോഗിക്കുമ്പോൾ ലോകത്തിൽ പോലും ഒരു 3-4 ദിവസത്തിന്റെ ഉള്ളിൽ അത് എന്ത് ചെയ്തോണ്ടിരിക്കും? വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും. അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞ് ഡസ്റ്റ്ബിൻ എടുത്ത് വെക്കും. എന്നാൽ ഇവിടെ നോക്കണം, എത്ര വർഷങ്ങളായിട്ടിട്ട വേസ്റ്റ് എവിടെ തന്നെ കിടപ്പുണ്ട്. ഇവിടെ അത് കാലിയാക്കാറുണ്ടോ? तो मेरा मन डस्टबिन नहीं है. किसी के लिए भी यहाँ नेगेटिविटी पकड़कर नहीं रखनी है. बदले की भावना आपके अंदर है? किसी से बदला लेना है? അതായത് എന്റെ മനസ്സ് ഡസ്റ്റ്ബിന്നെ അല്ല, ചവറ്റുകുട്ടയല്ല. ആരെ പ്രതിയും ഒരു നെഗറ്റീവും എവിടെ സൂക്ഷിക്കരുത്? ഇവിടെ സൂക്ഷിക്കരുത്. ആരോടും എനിക്ക് പകരം വീട്ടാനില്ല. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരോടെങ്കിലും പകരം വീട്ടണമെന്നുണ്ടോ എന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. क्योंकि कई बार ऐसा होता है ना, कई लोग क्या सोचते हैं, किसी ने हमारे साथ बुरा किया और उसके साथ जब बुरा होता है ना तो कहते हैं हाँ इसके साथ तो यही होना चाहिए था. കാരണം അത് ഇനി ഇതും കൂടെ കേട്ടിട്ട് വേണം ബാക്കി ചിന്തിക്കാൻ. അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും ദുഃഖം വന്നു കഴിഞ്ഞാൽ ചിലരിരുന്ന് പറയണ്ട അവർക്ക് അങ്ങനെ തന്നെ വേണമായിരുന്നു എന്ന് പറയാറുണ്ട്. പറയാറില്ലേ? ये लोग अभी नहीं कहते, माताएं आप पहले कहते थे. अभी ऐसे नहीं करते. अभी नहीं करते हैं ना, क्योंकि अभी तो फरिश्ते बन गए सभी. तो इस प्रकार की चीजें अगर मन में जरा सी भी हैं, उसे मुझे क्या करना है? खाली. ये खाली होगा तो चेहरा अपने आप हर्षित मुख रहेगा. अगर चेहरा हर्षित मुख नहीं है, ऐसा नहीं, कई लोग क्या बोलते हैं, हम अंदर से बहुत खुश हैं लेकिन हमारा चेहरा भगवान ने ऐसा बनाया है. അതായത് അതുകൊണ്ട് ഇവിടെ എപ്പോഴും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ എന്ത് ചെയ്തോളണം? എടുത്ത് കളഞ്ഞിട്ട് പോയിക്കോളണം. എങ്കിൽ നമ്മുടെ മുഖം സദാ എങ്ങനെ ഇരിക്കും? ഹർഷിതം. അകത്ത് കാലിയാണെങ്കിൽ മുഖം ഹർഷിതമായിരിക്കും. ചിലരിങ്ങനെ പറയാറുണ്ട്, എൻ്റെ അകത്ത് കാലിയാണ് പക്ഷേ ഭഗവാനായിട്ട് എൻ്റെ മുഖം ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണെന്ന്. അതെന്താവില്ല? ഹർഷിതമാവില്ല എന്ന് പറയാറുണ്ട്. तो अगर हर्षित मुख चेहरा नहीं है, उसका एक ही कारण है, अंदर कुछ कचरा भरा हुआ है. उसको साफ करेंगे तो चेहरा अपने आप हर्षित मुख हो जाएगा. ഇനി മുഖം ഹർഷിതമല്ല എങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, അകത്ത് എന്തോ അഴുക്കിട്ട് വെച്ചിരിക്കുകയാണ്. അതിനെ ഇന്ന് തന്നെ വൃത്തിയാക്കി കഴിഞ്ഞാൽ മുഖം എങ്ങനെ ഇരിക്കും? ഹർഷിതമായിട്ടിരിക്കും. ठीक है. तो 3 चीजें हो गई. पहली क्या थी? विचार सागर मंथन. सेकंड B4 कैप्सूल. थर्ड हर्षित मुख चेहरा. और अभी हम 5 मिनट मेडिटेट करेंगे और फिर ब्रेक के बाद जो करेंगे वो है अपने को आत्मा समझना और दूसरे को क्या देखना है? आत्मा देखना है. ठीक है. चलो अभी हम 5 मिनट मेडिटेट करें. ഇപ്പൊ മനസ്സിലായല്ലോ, നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. ആദ്യത്തേത് ഏതായിരുന്നു? വിചാരസാഗര മഥനം. 2 B4 ക്യാപ്സ്യൂൾ. 3 ഹർഷിത മുഖത.
ഇനി നമ്മളൊരു 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യും. അത് കഴിഞ്ഞ് ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഞാൻ ആത്മാവായിട്ട് എന്നെ കാണും, മറ്റുള്ളവരെയും ആത്മാവായിട്ട് കാണണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം. എല്ലാ ബുക്കും പേനയും താഴെ വെച്ച് നിവർന്ന് നല്ല അലേർട്ടായിട്ടിരിക്കണം. मैं आत्मा मस्तक के मध्य चमक रही हूँ. ഞാൻ ആത്മാ മസ്തക മധ്യത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. चारों ओर की बातों से डिटैच. 4 ഭാഗത്തും നടക്കുന്ന കാര്യങ്ങളിൽ നിന്നും വേറിടൂ. मैं सर्व शक्तियों से भरपूर हूँ. ഞാൻ സർവശക്തികളാലും സമ്പന്നമാണ്. मैं मास्टर सर्वशक्तिवान. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. देखेंगे अपने चमकते हुए स्वरूप को. തിളങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വന്തം സ്വരൂപത്തിനെ നോക്കൂ. मैं संतुष्ट मणि हूँ. ഞാൻ സന്തുഷ്ടമണിയാണ്. मुझे किसी से कुछ भी नहीं चाहिए. എനിക്ക് ആരിൽ നിന്നും ഒന്നും ആവശ്യമില്ല. देखिए अपने ब्राह्मण स्वरूप को. സ്വന്തം ബ്രാഹ്മണ സ്വരൂപത്തിനെ കാണൂ. कल्प वृक्ष की जड़ों के नीचे കൽപ്പവൃക്ഷത്തിന്റെ വേരിലായിരിക്കുന്ന बाबा मम्मा के साथ मैं बैठा हूँ. ബാബയുടെയും മമ്മയുടെയും സമീപത്തിരിക്കുന്ന मेरा प्रकाश पूरे कल्प वृक्ष में जा रहा है. എന്റെ പ്രകാശം വൃക്ഷം പൂർണ്ണമായും വ്യാപിക്കുകയാണ്. एक एक पत्ता चार्ज हो रहा है. വൃക്ഷത്തിലെ ഓരോ ഇലയും ചാർജ് ആവുകയാണ്. अब देखें अपने देव स्वरूप को. തന്റെ ദേവതാ സ്വരൂപത്തിനെ നോക്കൂ. सर्वगुण संपन्न, സർവഗുണ സമ്പന്നമായ डबल सिरताज, ഡബിൾ കിരീടധാരിയായ आत्मा भी सतो प्रधान, शरीर भी सतो प्रधान. ആത്മാവും സതോ പ്രധാനം, ശരീരവും സതോ പ്രധാനം.
2 मिनट के लिए सतयुग की सैर करेंगे। റിപ്പീറ്റ് കരയും. 2 मिनट के लिए सतयुग की सैर करेंगे. 2 മിനിറ്റത്തേക്ക് എല്ലാവരും സത്യുഗത്തിലൊന്ന് ചുറ്റിക്കറങ്ങുക. सतयुगी महल, सतयुगी गार्डन, സത്യുഗത്തിലെ കൊട്ടാരം, സത്യുഗത്തിലെ പൂന്തോട്ടം, सतयुगी प्रकृति, സത്യുഗത്തിലെ പ്രകൃതി, और मेरा सतयुगी स्वरूप. തന്റെ സത്യുഗി സ്വരൂപത്തിലിരിക്കൂ. अभी हम अगले 15 मिनट इसी स्वरूप में जो भी कार्य करेंगे और दूसरों को भी सत्युगी स्वरूप में देखेंगे. നമ്മൾ ഇനി അടുത്ത കുറച്ചു നേരം ആരെ കണ്ടാലും അവരെ സത്യുഗി സ്വരൂപത്തിൽ നോക്കും. ഓം ശാന്തി. ഓം ശാന്തി. ओम शांति. ओम शांति. ओम शांति. तो अभी हमने जो गीत सुना, मेरे बाबा हैं साथ. നമ്മളെല്ലാവരും ഇപ്പോൾ പാട്ട് കേട്ടു. എൻ്റെ ബാബ എൻ്റെ കൂടെയുണ്ട്. इससे पहले जो गीत सुना, भगवान हमारा साथी. അതിനു മുമ്പൊരു പാട്ട് കേട്ടു, ഭഗവാൻ എൻ്റെ കൂട്ടുകാരനാണ്. ऐसी एक और गीत भी है, जिसका साथी है भगवान उसको क्या रोकेगा आंधी और तूफान. മറ്റൊരു പാട്ടും കൂടിയുണ്ട്, ആരുടെ കൂടെയാണോ ഭഗവാൻ ഉള്ളത് അവർക്ക് കൊടുങ്കാറ്റിനും പേമാരിക്കും എന്തു ചെയ്യാൻ സാധിക്കും. तो बाबा मुरली में कई बार कहते हैं कि घर में अच्छे अच्छे गीत होने चाहिए. പാപ്പ പറയാറുണ്ട്, നിങ്ങളുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള ഗാനങ്ങൾ നിങ്ങൾ കേൾക്കണം. जिसको हम बार बार सुने. അതിനെ നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ പോരാ, ഇടയ്ക്കിടയ്ക്കിട്ട് കേൾക്കുകയും വേണം.
और इससे फायदा एक और भी है कि जो घर में ज्ञान में नहीं भी हैं वो भी वो गीत तो सुनेंगे ना, तो धीरे 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 जो सुनते हैं हम बार बार वो हमारे सबकॉन्शियस माइंड में जाना शुरू हो जाता है. അപ്പോൾ ആ പാട്ടിട്ട് കേൾക്കുമ്പോൾ രണ്ട് പ്രയോജനമാണ്. ഒന്ന്, നമ്മുടെ വീട്ടിൽ ജ്ഞാനത്തിലില്ലാത്തവരും അത് കേൾക്കും. കൂടാതെ ഇത് നമ്മൾ ദിവസവും കേൾക്കുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അത് അറിയാതെ ഇറങ്ങിച്ചെല്ലും. ऐसी एक माता जी ने बहुत अच्छा अनुभव सुनाया. उन्होंने कहा कि घर पे हमारे कोई ज्ञान में नहीं था, तो मैं क्या करती थी, गीत थोड़ा तेज आवाज में सुनती थी, फिर क्लासेस थोड़ी तेज आवाज में सुनना शुरू किया, और धीरे 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 जो भी परिवार वाले और थे, है ना, क्योंकि जब सुनेंगे लाउड स्पीकर पे है वो या मोबाइल स्पीकर लगाकर, तो कुछ ना कुछ तो अंदर जाएगा ना. तो धीरे 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 इस युक्ति से भी कई बार सामने वाला ज्ञान में आ जाता है. അങ്ങനെ ഒരു മാതാജിയുടെ അനുഭവം പറഞ്ഞിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. മാതാജി ഇതേപോലെ ക്ലാസ് ഇട്ട് കേൾക്കാൻ തുടങ്ങി. ആദ്യം ഇയർഫോൺ വെച്ച് കേട്ടു, പിന്നെ മാതാജി ലൗഡ് സ്പീക്കറിലിട്ട് കേൾക്കാൻ തുടങ്ങി. ഇത് കേൾക്കുന്നവർക്ക് സ്വാഭാവികമായിട്ട് അവർ ജ്ഞാനത്തിലില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ജ്ഞാനം അവരുടെ ഉള്ളിൽ പോകുമല്ലോ. അതിലാരൊക്കെയോ പിന്നീട് ആ മാതാജിയുടെ മക്കൾ ആരൊക്കെയോ ജ്ഞാനത്തിൽ വരികയും ചെയ്തു. तो अभी तक हमने पिछली जो क्लास थी उसमें 3 पॉइंट्स हमने लिए. पहला विचार सागर मंथन, दूसरा B4 कैप्सूल, तीसरा हर्षित मुख चेहरा, फोर्थ है अपने को आत्मा देखने का अभ्यास. അപ്പോൾ നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിൽ 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന് വിചാരസാഗര മഥനം, പിന്നെ B4 ക്യാപ്സ്യൂൾ, പിന്നെ അതിഞ്ഞിട്ട് ഹർഷിത മുഖത. ഇനി നാലാമത്തതാണ് ആത്മാവിനെ നോക്കുക. तो हमारा जो इस पढ़ाई का फर्स्ट लेसन है, फर्स्ट एंड लास्ट लेसन है, वो है मैं आत्मा हूं. ഈ വിദ്യാഭ്യാസത്തിന്റെ ആരംഭത്തിലും അവസാനവുമുള്ള പഠിത്തമാണ് ഞാൻ ആത്മാവാകുന്നു. तो इसको हमें बार बार प्रैक्टिस करना है, बार बार अभ्यास करना है, बार बार इसको स्मृति में लेकर आना है. ഇതിനെ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കണം, വീണ്ടും വീണ്ടും സ്മരിക്കണം, വീണ്ടും വീണ്ടും അതിന്റെ സ്വരൂപമായി മാറണം. हम सब ने सुना है, ब्रह्मा बाबा ने भी क्या अभ्यास बहुत पक्का किया शुरू में, डायरी पर लिख लिख कर मैं आत्मा हूं, मैं आत्मा हूं, जशोदा आत्मा है, ये भी आत्मा है ना, बार बार लिख लिख कर ये अभ्यास किया. ബ്രഹ്മ ബാബയും എന്ത് അഭ്യാസം ചെയ്തു എന്നാണ് കേട്ടിരിക്കുന്നത്. ബാബ ഡയറിയിലും എഴുതിയിരുന്നു, ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവാണ്, എൻ്റെ ധർമ്മപത്നി യശോദ ആത്മാവാണ്. ഇങ്ങനെ എഴുതി എഴുതി ബാബ പരിശീലിച്ചു എന്നാണ് കേട്ടിരിക്കുന്നത്. तो अपने को आत्मा देखने का अभ्यास इस अव्यक्त मास में हर रोज हमें 50 टाइम्स 50 बार अपने को आत्मा देखने का अभ्यास करना है. അപ്പൊ ഇത് അവ്യക്ത മാസമാണ്. ഈ അവ്യക്ത മാസത്തിൽ നമുക്ക് ഞാൻ ആത്മാവാണ് എന്ന് സ്വയത്തെ കാണുന്നതിന്റെ പരിശീലനം 50 പ്രാവശ്യം നമ്മൾ ചെയ്യണം. और इसको हम अलग अलग तरीके से कर सकते हैं. जैसे एक है मैं आत्मा अलग, ये शरीर अलग. അപ്പോൾ ഇത് പല പല രീതിയിൽ നമുക്ക് പരിശീലിക്കാം. ഒന്നാമത്തെ പരിശീലനം ഞാൻ ആത്മാവ്, ഇത് ശരീരം, അങ്ങനെ പരിശീലിക്കാം. और ऐसे ही आत्मा के अलग अलग गुणों का अभ्यास. कभी संकल्प करना है मैं शांत स्वरूप आत्मा हूँ, पवित्र आत्मा हूँ, शक्तिशाली आत्मा हूँ, आनंद स्वरूप आत्मा हूँ. ऐसे बार बार अभ्यास प्लस सोचना प्लस उसको देखना, विजुअलाइज करना. അപ്പോൾ അടുത്ത ഒരു പരിശീലനം എന്ന് പറയുന്നത് ഞാൻ ആത്മാവാണ്, ദിവ്യ ഗുണങ്ങളുടെ പരിശീലനം ചെയ്യുക. ഞാൻ ആത്മാവ് ശാന്ത സ്വരൂപമാണ്, ഞാൻ ആത്മാവ് ശക്തി സ്വരൂപമാണ്, ഞാൻ ആത്മാവ് ആനന്ദ സ്വരൂപമാണ്, ഞാൻ ആത്മാവ് പവിത്ര സ്വരൂപമാണ്. കേവലം ഇത് പറഞ്ഞാൽ മാത്രം പോരാ, സങ്കല്പിച്ചാൽ മാത്രം പോരാ, മറിച്ച് അതിനെ കാണുവാൻ കൂടി ശ്രമിക്കണം. आत्मा की 3 शक्तियां हैं, मन, बुद्धि और संस्कार. मन क्या करता है? सोचता है. मतलब मैं आत्मा हूं, शांत स्वरूप आत्मा हूं. ये क्या कौन कर रहा है? मन कर रहा है. बुद्धि क्या करती है? विजुअलाइज करती है. मैं शांत स्वरूप आत्मा हूं और यहां मस्तक के मध्य उसको देखना, उसको विजुअलाइज करना. അപ്പോൾ ആത്മാവിന്റെ 3 ഫാക്കൽറ്റീസ് ഉണ്ട്: മനസ്സ്, ബുദ്ധി, സംസ്കാരം.
മനസ്സിന്റെ ജോലിയാണ് ചിന്തിക്കുക. ഞാൻ ആത്മാവ് ശാന്ത സ്വരൂപമാണ്, ഞാൻ ആത്മാവ് ശക്തി സ്വരൂപമാണ്, ഞാൻ ആത്മാവ് ആനന്ദ സ്വരൂപമാണ്. ബുദ്ധിയുടെ ജോലിയാണ് കാണുക എന്നുള്ള ജോലി. ആ കാണുന്ന ആത്മാവിനെ കാണാൻ കൂടി ശ്രമിക്കുന്നു ബുദ്ധി. और ये जो विजुअलाइजेशन पावर है, विजुअलाइज करना, उसको जितना हम यूज करेंगे उतना ही विजुअलाइजेशन पावर बढ़ती जाएगी. ഇതൊരു ശക്തിയാണ് കാണുക എന്നുള്ളത്. ഈ ശക്തി നിങ്ങൾ എത്രത്തോളം ഉപയോഗിക്കുന്നുവോ അത് കൂടുതൽ ശക്തമായി മാറാൻ തുടങ്ങും. और हम सबके अंदर ये शक्ति है. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഈ ശക്തി ഉണ്ട്. जैसे 1 मिनट एक्सपेरिमेंट करते हैं. आंखें बंद करेंगे 1 मिनट. ഈ ശക്തി നിങ്ങൾക്കുണ്ടോ ഇല്ലേ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. എല്ലാവരും നിവർന്നിരുന്നിട്ട് കണ്ണുകൾ അടയ്ക്കണം. अभी आंखें बंद करके मन और बुद्धि से पहुंचेंगे अपने लौकिक घर में. മനസ്സും ബുദ്ധിയും കൊണ്ട് നിങ്ങളിപ്പോ നിങ്ങളുടെ വീട്ടിലേക്ക് പോകൂ. गेट के अंदर एंटर करेंगे. ഗേറ്റ് തുറന്ന് നിങ്ങൾ അകത്തേക്ക് കയറി अपने पूरे घर में चक्कर लगाएं. വീട്ടിനകത്തുള്ള എല്ലാ മുറികളിലും ഒന്ന് കയറി ഇറങ്ങി വരൂ. ओम शांति. तो कौन कौन अपने लौकिक घर को जिसने देखा हाथ उठाएंगे. ആരൊക്കെ വീട്ടിൽ പോയി सबने विजुअलाइज किया. ആരൊക്കെ കണ്ടു കൈവക്കൂ. तो इसका मतलब क्या है, हम सबके अंदर ये शक्ति है विजुअलाइज करने की. ഇതിന്റെ അർത്ഥം നമുക്കെല്ലാവർക്കും നമുക്ക് കാണുവാനുള്ള വിഷ്വലൈസ് ചെയ്യുവാനുള്ള ശക്തിയുണ്ട്. तो अब इस शक्ति को कहाँ यूज करना है. आत्मा को देखने का अभ्यास. ഇതിനെ ഇനി എവിടെയാണ് ഉപയോഗിക്കേണ്ടത്. ആത്മാവിനെ നോക്കുന്നതിൽ ഈ ശക്തിയെ ഉപയോഗിക്കണം. और जब हम कहते हैं आत्मा को देखना है, इसका मतलब ये नहीं है कि इन 2 आंखों से हमें आत्मा को यहाँ कुछ चमकते हुए देखना है. नहीं, बुद्धि रूपी नेत्र से, समझ से कि मैं आत्मा ये शरीर को चलाने वाली शक्ति हूं. അപ്പോൾ യഥാർത്ഥത്തിൽ ആത്മാവിനെ കാണുക എന്ന് പറഞ്ഞാൽ നെറ്റിയിലൊരു പ്രകാശത്തിനെ കാണുകയല്ല, മറിച്ച് ഇങ്ങനെ ഒരു ബോധം വരുത്തണം. ഞാൻ ആത്മാവ് ഈ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുകയാണ്. तो अभी हम 5 मिनट के लिए केवल ये अभ्यास करेंगे अपने को आत्मा देखना. ഇനി ഒരു 5 മിനിറ്റ് നേരം നമുക്ക് ഇതേ പരിശീലനം മാത്രം ചെയ്യാം. ഞാൻ ആത്മാവാണ് എന്ന്. पूरा ध्यान चारों ओर की बातों से हटाकर खुद पर ले आए. നാനാഭാഗത്തു നിന്നും തൻ്റെ മനസ്സിനെ ബുദ്ധിയെയും മാറ്റി ഇരുപുരികത്തിലേക്ക് കേന്ദ്രീകരിക്കും. मैं आत्मा प्रकाश. ഞാൻ ആത്മാവ് പ്രകാശമാണ്. देखें अपने प्रकाश को. എൻ്റെ പ്രകാശം എത്രത്തോളമുണ്ട് എന്നൊന്ന് നോക്കൂ. सफेद चमकता हुआ प्रकाश. നല്ല വെളുത്ത പ്രകാശം. मैं आत्मा सीट पर सेट हूं. ഞാൻ ആത്മാവ് എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ध्यान अगर कहीं भी भटका हुआ है उसे एकाग्र करें. ഇതേ കാര്യത്തിൽ സ്വയത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. मैं पवित्र आत्मा. ഞാൻ പവിത്ര ആത്മാവാകുന്നു.
ये मेरी असली नेचर है. ഇതാണ് എൻ്റെ യഥാർത്ഥ സ്വഭാവം. मेरा प्रकाश चारों ओर फैल रहा है. ഈ പ്രകാശം എനിക്ക് ചുറ്റും നാനാഭാഗത്തും പരക്കുകയാണ്. देखिए अपने चारों ओर पावरफुल आभा मंडल. എനിക്ക് ചുറ്റും വളരെയധികം ശക്തി നിറഞ്ഞ ഒരു പ്രഭാമണ്ഡലം ഉണ്ടാകുന്നത് കണ്ടുകൊണ്ടിരിക്കൂ. ओम शांति. ഓം ശാന്തി. तो ये अभ्यास दिन में हमें बार बार करना है. मैं आत्मा, प्रकाश, लाइट हाउस, माइट हाउस, बस इसको फील करना. पूरा ध्यान यहाँ पर आसपास से डिटैच होकर ये. और जब भी हम योग में बैठे, खासकर योग की शुरुआत भी परम धाम ये सब अनुभव करने से पहले जो अनुभव करना है, मैं आत्मा यहाँ पर एकाग्र हूं, शांत हूं, पवित्र हूं. इस प्रकाश को जितना हम अनुभव करते जाएंगे उतना ही शांति, सुख, प्रेम, आनंद ये ऑटोमेटिक हमारे अंदर बढ़ना शुरू, मतलब आत्मा की चार्जिंग होना शुरू हो जाएगी. ഈ പരിശീലനം ഒരു ദിവസത്തിൽ പല പ്രാവശ്യം ചെയ്യണം. ഞാൻ ആത്മാവ് ഇരുപുരിക മധ്യത്തിരിക്കുന്നു. നാനാഭാഗത്തു നിന്നും മനസ്സിനെ ബുദ്ധിയും കട്ടിയുന്നു. ശ്രദ്ധ മുഴുവനും ഇരുപുരിക മധ്യത്തിൽ. അങ്ങനെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ശാന്തിയുടെ, ശക്തിയുടെയൊക്കെ അനുഭവം ഉണ്ടാകാൻ തുടങ്ങും. ഈ അനുഭവം ഉണ്ടാകും, ഞാൻ ആത്മാവ് ചാർജ് ആവുകയാണ്. और दूसरा अभ्यास हमें करना है दूसरे को आत्मा देखने का अभ्यास. വേറൊരു പരിശീലനം മറ്റുള്ള ആത്മാക്കളെ ആത്മാവായി കാണുക. अभी संडे की मुरली में बाबा ने कहा, जब भी किसी को सामने वाले को देखो, या तो उसको आत्मिक स्वरूप में देखो या फरिश्ते स्वरूप में देखो. ബാബ കഴിഞ്ഞ സൺഡേയിലെ മുരളിയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്നുകിൽ അവരെ ആത്മീയ സ്ഥിതിയിൽ കാണാൻ ശ്രമിക്കൂ, അല്ലെങ്കിൽ ഫരിസ്ത സ്വരൂപത്തിൽ കാണാൻ ശ്രമിക്കൂ. तो सामने वाले को देह नहीं, क्या देखना है? आत्मा देखना है. അപ്പം മറ്റുള്ളവരെ നോക്കുമ്പോൾ ഇത് ദേഹമല്ല, ആത്മാവാണ്, അങ്ങനെ കാണണം. आज की मुरली में भी बाबा ने कहा, जब भी किसी को समझाओ, कैसे समझाओ? എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് ഇന്ന് മുരളി പറഞ്ഞത്? आत्मा समझकर, है ना. ये हिंदू है, मुस्लिम है, मेल है, फीमेल है, इन सब से हमें ऊपर उठना है. അപ്പോൾ खासकर ഇത് ഹിന്ദുവാണ്, മുസ്ലിമാണ് അങ്ങനെ വിചാരിച്ചിട്ടല്ല, ഈ വിചാരങ്ങൾക്കെല്ലാം മുകളിലായിരിക്കണം നമ്മുടെ വിചാരം. और किसी भी मान लो मेल हैं, फीमेल हैं, तो ये प्रैक्टिस तो हमें जरूर करनी है. जब भी हम किसी मान लो मेल हैं, फीमेल बॉडी को देखें, या फीमेल है मेल बॉडी को देखें, तो आत्मिक स्वरूप में हमें देखना है कि ये शरीर नहीं है, ये एक पवित्र आत्मा है. അപ്പോൾ ഇതും പരിശീലനമാണ്. ആണ് പെണ്ണ്, സ്വാഭാവികമായിട്ടും ആണ് എന്ന് പറയുമ്പോൾ പെണ്ണിനെ നോക്കുന്നു, പെണ്ണെന്ന് പറയുമ്പോൾ ആണിനെ നോക്കുന്നു. നമ്മൾ നോക്കുന്നത് ആത്മാവിനെയാണ്. പുരിക മധ്യത്തിൽ, ഇരുപുരികത്തിന്റെ മധ്യത്ത് ആത്മാവിരിക്കുന്നു. और किसी से भी हमें अटैच नहीं होना है. ആരുമായിട്ടും നമ്മൾ മോഹത്തിൽ വരാൻ പാടില്ല. ठीक है. तो अभी हम 5 मिनट के लिए फिर से अभ्यास करेंगे. अपने अपने स्थान पे खड़े हो जाइए आप. നിങ്ങൾ എല്ലാവരും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിൽക്കൂ. ഇപ്പോൾ വീണ്ടും ഒരു പരിശീലനം നമുക്ക് ചെയ്യാം. और 2 का ग्रुप बना लीजिए, एक एक ऐसे करके. രണ്ടുപേര് ഫേസ് ടു ഫേസ് വരണം. മുഖത്തോട് മുഖം നോക്കി രണ്ടുപേര് വെച്ച് ജോഡിയാകണം. രണ്ടുപേര് വെച്ച് ജോഡിയാവണം. ജോഡിയാകാത്തവര് ബാബ മുന്നിലുണ്ട്. साथ है ना, आप इनके साथ बनाइए. माता जी, ये जो लाइन है ना, ये लाइन और ये लाइन, ये आपस में बनाइए. ഈ ഇടയ്ക്കില്ലേ, ഇടയ്ക്കുള്ള വഴിയില്ലേ, सब വഴിയുടെ इधर, एक बार सभी इधर देखेंगे, सभी इधर देखिए एक बार. എല്ലാരും इങ്ങോട്ട് നോക്കിക്കേ. सभी मेरी साइड देखेंगे, എല്ലാരും മുന്നോട്ട് നോക്കൂ. क्योंकि ये टोटल आपकी 7 2 3 4 7 है ना. तो आप और आप एक दूसरे को देखिए. ये लाइन जो है बीच वाली, हाँ बीच वाली लाइन इधर देखेंगे सभी, इधर देखेंगे सभी.
हाँ, ये लाइन സുധ മാതാജിയും ആ നെടുമങ്ങാട് മാതാജിയും കൂടെ बाकी നോക്കണം. ये ग्रुप बना लीजिए. മാതാജി തിരിഞ്ഞ് ആ और अगर कोई पेंडिंग रह जाए, कोई कौन कौन है जिन, हाँ आपको इधर, ये वाले लाइन को इधर, इसको इधर, हाँ कोई अगर पेंडिंग रह जाएंगे तो कोई बात नहीं, वो देखते हैं. अभी कौन कौन है जिनका ग्रुप नहीं बना है? കൈപൊക്കാമോ? ആരാണ് ഇതുവരെ ആ പേരിന് കിട്ടാത്ത, ജോഡി കിട്ടാത്ത ആരുണ്ട്? കൈപൊക്കാമോ? हाँ हाथ, बाकी सब उधर देखेंगे. जिसका नहीं बना है हाथ उठाइए सिर्फ. ആരാണോ ജോഡി കിട്ടാത്തവര് जिसका ग्रुप കൈപൊക്കാമോ? नहीं बना है, आपका और आपका, आ जाइए इधर. രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വരൂ. ജോഡി കിട്ടാത്തവര് മുമ്പോട്ട് വരൂ. माता जी आप उधर ही देखिए ना, आप क्यों घूम रहे हैं बार बार? സുധ മാതാജി, സതി മാതാജി നോക്ക്. ये माता जी कभी इधर कभी इधर, आप बस वहां देखिए, आपको कुछ नहीं करना है. हाँ आप इधर आ जाइए. और वो वाली माता, वो जो माता है ना, वो माता देखो. हाँ चलो अभी हम मस्तक में देखेंगे एक दूसरे के. മറ്റുള്ളവരുടെ ഇരുപുരികത്തിന്റെ മധ്യത്തിലേക്ക് ആത്മാവിനെ നോക്കാം. संकल्प क्रिएट करेंगे. സങ്കല്പിക്കൂ, आप एक पवित्र आत्मा है. താങ്കൾ ഒരു പവിത്ര ആത്മാവാണ്. मस्तक के मध्य आत्मा चमक रही है. ഇരുപുരിക മധ്യത്തിൽ ആത്മാവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ये एक शांत स्वरूप आत्मा है. എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ശാന്തസ്വരൂപ ആത്മാവാണ്. बाबा की किरणें हम दोनों को चार्ज कर रही हैं. ബാബയുടെ കിരണങ്ങൾ നമ്മൾ രണ്ടുപേരെയും ചാർജ് ചെയ്യുകയാണ്. और अभी हम फरिश्ते की तरह चलते हुए हर किसी को बिल्कुल आराम से एक दूसरे को देखेंगे और पूरा चक्कर लगाएंगे. एक दूसरे को मस्तक में देखेंगे. ഇനി എല്ലാവരും ഫരിസ്തയായി മാറണം. ശരീരം പ്രകാശം കൊണ്ടുള്ള ശരീരം. എന്നിട്ട് ഈ കാണുന്ന ഹാള് മുഴുവനും നിങ്ങൾക്ക് നടക്കാം. നടക്കുന്നതിനിടയ്ക്ക് മറ്റൊരാളെ നോക്കി ദൃഷ്ടി കൊടുക്കുക. പുഞ്ചിരിച്ചുകൊണ്ട് ദൃഷ്ടി കൊടുക്കണം. എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഫരിസ്തയാണ്. കുറച്ചെല്ലാവരും ഇപ്പം നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നടക്കാൻ ശ്രമിക്കുക. ഈ ഹാളിനകത്ത് കിട്ടുന്ന സ്ഥലത്ത് മുഴുവനും നിങ്ങൾക്ക് നടക്കാം. ഞാൻ ഫരിസ്തയാണ്. പുറകുന്ന എല്ലാവരും നടന്നു തുടങ്ങണം. പതുക്കെ പതുക്കെ मुस्कुराते हुए एक संकल्प क्रिएट करते जाएंगे, सबको देखते हुए. ये पवित्र आत्मा है. പുറത്തേക്ക് നടക്കൂ. ചുറ്റും പുഞ്ചിരിച്ചുകൊണ്ട് മറ്റൊരാത്മാവിനെ കാണുമ്പോൾ ഇങ്ങനെ സങ്കല്പിക്കൂ, ഇതൊരു ഫരിസ്തയാണല്ലോ. നടക്കൂ. കുറച്ച് ഗതാഗത തടസ്സം ഉണ്ടാക്കാതെ ചുറ്റുമൊക്കെ നടക്കൂ. ചുറ്റുമുള്ളവരെ കാണൂ. ചുറ്റും നിങ്ങൾക്ക് നടക്കാം. ഫരിസ്തയായി പ്രകാശം കൊണ്ടുള്ള ഒരു വസ്ത്രം അണിഞ്ഞിരിക്കുകയാണ് ഞാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ പുഞ്ചിരിക്കുക. സങ്കല്പിക്കുക, ഇതൊരു ഫരിസ്തയാണ്. ഫരിസ്തയുടെ പ്രകാശ ശരീരത്തിനെ കാണാൻ ശ്രമിക്കുക. എല്ലാവരും മുന്നിലുള്ളവർ ഫരിസ്തകൾ സൈഡിലോട്ട് മാറണം. പെട്ടെന്ന് പ്രകാശത്തിനേക്കാളും വേഗതയിൽ സഞ്ചരിക്കുന്നവരാണ് ഫരിസ്തകൾ. ആമയെപ്പോലെ ഇഴയുന്നവരല്ല. പുഞ്ചിരിച്ചുകൊണ്ട് ദൃഷ്ടി കൊടുക്കൂ. ഇവിടെയൊക്കെ ഉപയോഗിക്കാം. എല്ലാവരും വെളിയിൽ ഇറങ്ങണമെന്നില്ല. ഇതിനകത്തൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാം. മുകളിലൂടെ കയറി ആ വരാന്തയിലൊക്കെ നടക്കാം. നടക്കണം. ഫരിസ്തകൾ മടിയന്മാരും മടിച്ചുകളുമല്ല. നടക്കണം. ചുറ്റുമുള്ളവരെ കാണണം. കാണുന്നതിനിടയ്ക്ക് മറ്റുള്ളവരുടെ മാർഗതടസ്സം ഉണ്ടാക്കാതിരിക്കാനും കൂടി ശ്രമിക്കുക. നടക്കണം. ഇതിൻ്റെ മുകളിലൊക്കെ നടക്കാം. ഇവിടെ എല്ലാം സ്ഥലം കിടക്കുകയാണ്. ഇവിടെ എല്ലാം നടക്കുമ്പോൾ പുറകിലും മുമ്പിലും വരുന്നവരെ, സൈഡിൽ നിൽക്കുന്നവരെയൊക്കെ ഫരിസ്തയായി കാണണം. ഫരിസ്തയായി കാണണം. ചെയറിൻ്റെ പൊസിഷനൊന്നും മാറ്റരുത്. തിരിച്ചു വന്ന് അവിടെ ഇരിക്കാനുള്ളതാണ്. നടക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നവരൊക്കെ നടക്കണം.
നടക്കണം, മുകളിലോട്ടൊക്കെ നടക്കണം, ചുറ്റുമുള്ളവരെ കാണണം. ആരുടെയും ശരീരത്തെ സ്പർശിക്കരുത്. പ്രകാശം കൊണ്ട് സ്പർശിക്കുന്നത് ചിന്തിക്കൂ. നടക്കണം. ഇവിടെയൊക്കെ നടക്കാം. ചുറ്റുമൊക്കെ കുറച്ച് വെളിയിലും ഇറങ്ങി നടക്കാം. പക്ഷേ ചുറ്റുമുള്ള സഹോദര ഫരിസ്തയെ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ മറക്കരുത്. എത്ര ജന്മങ്ങൾക്ക് ശേഷമാണെന്നറിയാമോ ഒരു ഫരിസ്തയെ നേരിട്ട് കാണാൻ അവസരം കിട്ടിയത്? ആ സൗഭാഗ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ദൃഷ്ടി കൊടുക്കുക. ഇത് ഫരിസ്തയാണല്ലോ, എൻ്റെ സഹോദര ആത്മാവാണല്ലോ. പ്രകാശിക്കുന്ന വസ്ത്രമുടുത്ത് പ്രകാശത്തിൽ നിൽക്കുക. ഒരു പ്രകാശിക്കുന്ന ഫരിസ്തയെ സാക്ഷാത്കാരം കണ്ടാൽ എങ്ങനെയിരിക്കും? അതേപോലുള്ള മനോഭാവത്തോടുകൂടി മുന്നിൽ നിൽക്കുന്ന ആത്മാവിനെ കാണൂ. ആ ഒരു സന്തോഷം മനസ്സിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. കെട്ടിക്കിടക്കുന്ന പല വിചാരവികാരങ്ങളും അതിലൂടെ നഷ്ടമാകും. പുറത്തേക്കും ഇറങ്ങാം. തിരക്കാണ് അനുഭവപ്പെടുന്നെങ്കിൽ പുറത്തും ഇറങ്ങാം. 3 സെക്കൻഡ് 4 സെക്കൻഡും ദൃഷ്ടി കൊടുക്കാം. സങ്കല്പിക്കുക, നോക്കുക, അനുഭവം ചെയ്യുക. അടുത്ത ആളിനെ ഫരിസ്തയെ കാണുന്നതിനായി മുന്നോട്ട് പോവുക. ഇങ്ങനെ നിങ്ങൾ പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള പ്രകാശ ശരീരത്തിന്റെ സാന്ദ്രത വർദ്ധിക്കുന്നതാണ്. ശക്തമായ ഫരിസ്തയുടെ അനുഭവം ഉണ്ടാകും. अब आ जाएंगे अपने स्थान पर. എല്ലാവരും ഫരിസ്തയായി തന്നെ തിരിച്ച് അവരവരുടെ കസേരകളിൽ വന്നിരിക്കൂ. मैं शांति का फरिश्ता हूँ, ये फील करते हुए. ഇങ്ങനെ അനുഭവം ചെയ്യൂ. ഞാൻ ശാന്തമായ ഒരു ഫരിസ്തയാണ്. तो ये 2 अभ्यास. पहला अभ्यास अपने को आत्मा देखने का अभ्यास, और दूसरा दिन में कम से कम हमें 50 टाइम्स 50 बार दूसरों को आत्मा देखने का अभ्यास करना है. कहीं भी हम जा रहे हैं, बाजार में गए, आसपास पड़ोसी हैं, जो भी दिखे, सबसे पहले ध्यान कहाँ जाना चाहिए? मस्तक पे. और क्या थॉट क्रिएट करना है? ये शांत स्वरूप आत्मा है. और किसी को भी जब हम ओम शांति बोले, हमेशा इस स्वरूप में पहले मैं शांत स्वरूप आत्मा हूँ और आप भी शांत स्वरूप आत्मा है. ഈ ക്ലാസ്സിൽ ആദ്യം നമ്മൾ കേട്ടത് ആത്മാവ് എന്നുള്ള പരിശീലനത്തെക്കുറിച്ചാണ്. 50 പ്രാവശ്യം ഒരു ദിവസത്തിൽ ആത്മാവിനെ നോക്കുന്ന പരിശീലനം. രണ്ടാമത് സ്വയത്തിനെ ആത്മാവായി കാണുന്ന പരിശീലനം. പിന്നെ മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്ക്, കടകളിൽ പോകുമ്പോഴത്തേക്ക് അവിടെയെല്ലാം നിങ്ങൾ കാണുന്നവരെ ആത്മാവായി കാണുക. ബന്ധുക്കളെയുമൊക്കെ ഒരു സങ്കല്പം നിങ്ങൾ സൃഷ്ടിക്കുക, മനസ്സിലുണ്ടാക്കുക. ഇത് ശാന്ത സ്വരൂപ ആത്മാവാണ്. എന്നിട്ട് ആ വൈബ്രേഷൻ ആ ആത്മാവിലേക്ക് അയക്കണം. तो ये 5 अभ्यास हो गए टोटल, है ना, पहले सेशन से लेकर अभी तक. 6 जो हमें रोज करना है, अपने घर को 3 बार चार्ज करना है. ഇത് ഇന്നലെ നേരത്തെയുള്ള ക്ലാസ്സിലും ഇപ്പോഴത്തെ ക്ലാസ്സിലുമായിട്ട് 5 പ്രാക്ടീസുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 3 times, 3 minutes 3 times. ये कह रहे 5 नहीं हुआ है, 4 ही हुआ है. 5 हो गया ना. 3 पहले में, 4th अपने को आत्मा देखना, 5th दूसरे को आत्मा देखना. അതും പറഞ്ഞല്ലോ. 6th है अपने घर को चार्ज करना 3 बार दिन में 3-3 मिनट के लिए. 6ാമത്തെ അഭ്യാസം പരിശീലനം എന്ന് പറയുന്നത് സ്വന്തം വീടിനെ 3 പ്രാവശ്യം ചാർജ് ചെയ്യുക. 3 മിനിറ്റാണ് ഒരു ചാർജിങ്ങിന്റെ ടൈം. कैसे हम चार्ज करेंगे अपने घर को? എങ്ങനെ നമ്മുടെ വീടിനെ നമുക്ക് ചാർജ് ചെയ്യാം? बहुत सिंपल है. इस बात को बस अच्छे से समझें. जो हम सोचते हैं, जो हम फील करते हैं, वो वाइब्रेशंस चारों ओर फैलते हैं. എങ്ങനെ നമ്മുടെ വീടിനെ നമുക്ക് ചാർജ് ചെയ്യാം? ഈ ഒരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. എന്ത് നിങ്ങൾ ചിന്തിക്കുന്നുവോ ആ ചിന്ത നിങ്ങൾക്ക് ചുറ്റും പ്രകമ്പനമായി അത് പടരുന്നതാണ്.
तो जब हम बैठे हैं और मैंने एक थॉट क्रिएट किया, मैं संतुष्ट मणि हूं, उसको फील किया, तो ऑटोमेटिक वो वाइब्रेशंस पूरे घर में फैलेंगे. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ വീട്ടിലിരുന്നിട്ട് സങ്കല്പിക്കുകയാണ്, ഇരുപുരുക മധ്യത്ത് ഞാൻ ആത്മാവ് സന്തുഷ്ടമണി ഇരിക്കുകയാണെന്ന് ചിന്തിക്കൂ. ചിന്തിച്ചാൽ മാത്രം പോരാ, അതിനെ അനുഭവിക്കാൻ കൂടി ശ്രമിക്കുക. ആ സന്തുഷ്ടത ഫീല് ചെയ്യുമ്പോൾ ആ വീടിൻ്റെ അന്തരീക്ഷത്തിൽ മുഴുവനും ആ സന്തുഷ്ടത നിറയും. घर में अगर अशांति है तो कौन सा थॉट ज्यादा क्रिएट करना है? നിങ്ങൾ मैं शांत स्वरूप आत्मा हूं. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ വീട്ടിൽ എന്തെങ്കിലും അന്തരീക്ഷം ഒരു ദേഷ്യത്തിൻ്റെതാണ്, മോശമായ അന്തരീക്ഷമാണെങ്കിൽ ഏത് സങ്കല്പം നിങ്ങൾ സങ്കല്പിക്കണം? ഞാൻ ആത്മാവ് ശാന്ത സ്വരൂപമാണ്. और घर के सभी मेंबर्स को देखकर भी क्या संकल्प क्रिएट करना है? आप शांत स्वरूप आत्मा है. വീട്ടിലുള്ള മറ്റ് അംഗങ്ങളെയും കണ്ടിട്ട് ഇങ്ങനെ ചിന്തിക്കൂ, നിങ്ങളും ആത്മാവ് ശാന്ത സ്വരൂപമാണ്. कोई अगर बहुत गुस्सा करता है घर में, उसके लिए तो और ज्यादा क्रिएट करना है, आप शांत स्वरूप आत्मा है. വീട്ടിൽ ആരെങ്കിലും കുറച്ച് കൂടുതൽ ദേഷ്യമുള്ള ആളാണെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പരിശീലിക്കണം, താങ്കൾ ആത്മാവ് ശാന്തസ്വരൂപനാണ്. इसका मतलब है कि आपका चाहे वो कितना भी गुस्सा कर रहा है, लेकिन उस आत्मा का ओरिजिनल स्वरूप क्या है? शांति है. എത്ര തന്നെ ദേഷ്യപ്പെടുന്ന ആത്മാവായാലും ആ ആത്മാവിന്റെ ഒറിജിനൽ സ്വരൂപം എന്ന് പറയുന്നത് ശാന്തിയാണ്. अच्छा, घर में कोई ऐसा मेंबर है मान लीजिए जिसके अंदर कोई बुरी आदत है, उसको चेंज करना है, तो कौन से वाइब्रेशन फैलाने हैं घर में? पवित्रता के. ഇപ്പോൾ വീട്ടിലുള്ള ഒരാളിന് ഏതെങ്കിലും അഴുക്ക സ്വഭാവമുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കൂ, ഈ ആത്മാവ് പവിത്ര ആത്മാവാണ്. उनके लिए थॉट क्रिएट करना है, आप पवित्र आत्मा हैं, आप देवकुल की आत्मा हैं, आप परमात्मा की संतान हैं. ഇങ്ങനെ സങ്കല്പിക്കൂ, 3 സങ്കല്പങ്ങൾ. താങ്കൾ ആത്മാവ് പവിത്ര ആത്മാവാണ്, താങ്കൾ ദേവകുലത്തിലെ ആത്മാവാണ്, പരമാത്മാവിന്റെ സന്താനമാണ്. तो अगर हम प्योरिटी के वाइब्रेशन फैलाएंगे, आप देखेंगे ऑटोमेटिक उनके अंदर जो बुरे संस्कार हैं, नेगेटिव हैं, हमारे वाइब्रेशन का प्रभाव उन पर पड़ना शुरू हो जाएगा. അങ്ങനെ മോശമായ സ്വഭാവമുള്ള ആത്മാവിന് നമ്മളിങ്ങനെ സങ്കല്പിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ആ ആത്മാവിൽ പരിവർത്തനം ഉണ്ടാക്കാൻ തുടങ്ങും. क्योंकि 2 चीजें हो सकती हैं, या तो उनका प्रभाव हम पर पड़ेगा नेगेटिव का, या हमारा प्रभाव उन पर पड़ेगा. 2 രീതിയിൽ സംഭവിക്കാം. ഒന്നുകിൽ അവരുടെ സ്വാധീനം നമ്മുടെ മേലുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ സ്വാധീനം അവരുടെ മേലുണ്ടാകാം. अगर हम कमजोर होंगे तो क्या होगा? नेगेटिव का इफेक्ट हम पर पड़ेगा. और अगर हम पावरफुल होंगे तो हमारा प्रभाव उन पर पड़ेगा. നമ്മൾ ദുർബലരാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രഭാവം നമ്മളെ സ്വാധീനിക്കും. നമ്മൾ പവർഫുൾ ആണ്, ശക്തിശാലിയാണെങ്കിൽ നമ്മുടെ പ്രഭാവം അവരുടെ സ്വാധീനിക്കും. तो अपने घर को 3 बार हमें चार्ज करना है, 3-3 मिनट के लिए, और हमारे वाइब्रेशन का प्रभाव बहुत बहुत पावरफुल होता है. അപ്പോൾ വീടിനെ 3 മിനിറ്റ് വെച്ച് 3 നേരം നമ്മൾ ചാർജ് ചെയ്യണം. നമ്മുടെ സങ്കല്പങ്ങളുടെ വൈബ്രേഷൻ പവർ അതിശക്തമാണ്, അസാധാരണമാണ്. आप शब्दों से किसी को कितना भी समझाइए, लेकिन अगर यहां से समझाते हैं मन से, तो वो बहुत जल्दी प्रभाव पड़ता है उसका. നിങ്ങൾ എത്ര തന്നെ വായിട്ടടിച്ചാലും അതിനേക്കാളും എത്രയോ വലിയ പ്രഭാവം നിങ്ങളുടെ മനസ്സിൽ നിന്നുണ്ടാവുന്ന ഒരു സങ്കല്പത്തിന് നടത്തുവാൻ സാധിക്കും. 7th पॉइंट है, मैं ट्रस्टी हूं. 7ാമത്തെ പോയിന്റാണ്, ഞാൻ ട്രസ്റ്റിയാണ്. कल भी हमने थोड़ी सी इसके बारे में चर्चा की थी. ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്തിരുന്നു. आप में से कौन कौन गृहस्थी हैं जो बैठे हैं यहाँ पर? നിങ്ങൾ എത്ര പേരുണ്ട് ഗൃഹസ്ഥര്? गृहस्थी बैठे हैं कोई यहाँ पे? ഗൃഹസ്ഥർ ആരെങ്കിലും ഉണ്ടോ? नहीं बैठे. एक दो हाथ तो उठ रहे हैं. गृहस्थी हैं या ट्रस्टी हैं? 1-2 പേരുണ്ട് കൈ പൊക്കുന്നവര്. इसको बहुत ഗൃഹസ്ഥരാണോ ട്രസ്റ്റികളാണോ നിങ്ങൾ? इसको बहुत पक्का करना है. मैं कौन हूं? बोलिए सभी, कौन हूं मैं?
ट्रस्टी। ഈ പാഠം നന്നായിട്ട് പഠിക്കണം. ഞാൻ ട്രസ്റ്റിയാണ് പറയണം. मैं ट्रस्टी हूँ ഹിന്ദി പറയണം. और जिस भी परिवार में बाबा ने रखा है, क्यों रखा है? എന്തിനാണ് എന്നെ ആ കുടുംബത്തിൽ ബാബ നിലനിർത്തുന്നത്? क्यों रखा है वहां पर? എന്തിനാ ബാബ അവിടെ നിങ്ങളെ അവിടെ നിർത്തിയിരിക്കുന്നത്? എന്തിനാ? എന്താ? क्यों रखा है? क्या कह रहे हैं? पता नहीं, समझ नहीं आ रहा। सब एक साथ बोल रहे हैं ना. हाँ, एक एक बोलिए. ഒരാൾ എഴുന്നേറ്റിട്ട് പറയണം. हाँ, पीछे क्या बोला? अपने को संभाल के दूसरों को संभालने के. अपने को संभाल के, या जिसको सिंपल कहें सेवा अर्थ रखा है बाबा ने. जिस भी परिवार में रखा है, क्यों रखा है? सेवा अर्थ रखा है. सेवा मिली हुई है बस बाबा को संभालने की. ബാബ നിങ്ങളെ അവിടെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നത് നിങ്ങൾ അവരുടെ സേവനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. तो मैं कौन हूं? ट्रस्टी. ट्रस्टी होकर सेवा करनी है. उसमें मैंपन मेरापन नहीं लेकर आना है. അപ്പോൾ അവിടെ ട്രസ്റ്റിയായിട്ട് തന്നെ സേവനം ചെയ്യണം. അല്ലാതെ ഞാനെന്ന ഭാവം, എൻ്റേതെന്ന ഭാവം വരാൻ പാടില്ല. क्योंकि जहां पर मैंपन है, मेरापन है, वहां पर दुख है, अशांति है. എവിടെയാണോ ഞാനെന്ന ഭാവമോ എൻ്റേതെന്ന ഭാവമോ ഉള്ളത് അവിടെ ദുഃഖം ഉണ്ടാവും, അശാന്തിയും വരും. दुख, अशांति, चिंता, डर, गुस्सा, ये सब क्यों आते हैं? जब मैंपन और मेरापन होता है. ദുഃഖം, ചിന്ത, അശാന്തി, ഭയം ഇതെല്ലാം ഉണ്ടാവുന്നതിന് കാരണം എന്താണ്? ഈ ഞാനെന്നതും എൻ്റേതെന്നുമുള്ള ഭാവം കൊണ്ടാണ്. तो मैं ट्रस्टी हूँ. इसको बहुत 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 याद दिलाना है, हर रोज याद दिलाना है. बच्चे की चिंता हो रही होगी, क्या समझाना है? मैं कौन हूँ? ट्रस्टी हूँ. जितना मैं कर सकता हूँ करूँगा, बस मुझे किसी की चिंता नहीं करनी है. ഇപ്പോൾ മനസ്സിൽ ഇത് നന്നായിട്ട് ഈ പാഠം പറഞ്ഞു പഠിക്കണം. ഞാൻ ട്രസ്റ്റിയാണ്. എത്രത്തോളം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുവോ അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. അല്ലാതെ അതിനെക്കുറിച്ച് ആലോചിച്ച് വീണ്ടും വീണ്ടും വേവലാതിപ്പെടാൻ പാടില്ല, ചിന്താകുലരാകാൻ പാടില്ല. സ്വയത്തെ ഓർമ്മിപ്പിക്കൂ, ഞാൻ ട്രസ്റ്റിയാണ്.